അരുൺ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. കിരണും ഒന്നും മിണ്ടിയില്ല. മീര ബാക്ക് ഡോർ തുറക്കുന്നത് കണ്ട് കിരൺ ഫ്രണ്ടിൽ കയറി. വണ്ടി മുന്നോട്ടെടുത്ത് കുറച്ചു കഴിഞ്ഞപ്പോൾ കിരൺ പതിയെ ചെരിഞ്ഞിരുന്നു. റൂമിലേക്ക് വന്ന ആളിനെ ഇനി കണ്ടാൽ തിരിച്ചറിയുമോ? കിരൺ അങ്ങനെ ചോദിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയതും അവൻ ഞെട്ടിപ്പോയി. എന്നിട്ട് അരുണിനെ നോക്കി. കിരണിന്റെ മുഖം കണ്ട് അരുണും തിരിഞ്ഞു നോക്കി. അവന്റെ കാൽ ബ്രേക്കിലമർന്നു. പിന്നിൽ സമീര ഉണ്ടായിരുന്നില്ല. അവന്മാർ എന്ത് ചെയ്യണമെന്നറിയാതെ പരസ്പരം നോക്കി തരിച്ചിരുന്നു. അരുൺ കൂടുതലൊന്നും ചിന്തിക്കാതെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി പിന്നിലേക്ക് നോക്കി. റോഡിലെങ്ങാനും വീണ് കിടക്കുന്നുണ്ടാവുമെന്നാണ് അവന്റെ ചിന്തയിൽ വന്നത്. എന്നാൽ കിരൺ പ്രതീക്ഷിച്ചതെന്തോ സംഭവിച്ചതുപോലെ തരിച്ചിരുന്നു. എടാ, അവളെന്തേ? വീണു പോയതല്ല, റോഡിലെങ്ങുമില്ല. ഡോർ ലോക്ക് ചെയ്തതല്ലേ ഞാൻ, പിന്നെങ്ങനെ? ഇതെന്തൊരു മാജിക്ക്? അരുൺ കിരണിന്റെ ഡോർ സൈഡിൽ വന്ന് നിന്നു. എടാ, നീ എന്താ മിണ്ടാത്തെ? ആ പെണ്ണെവിടെ? അരുൺ കിരണിനെ നോക്കി. അവള് 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 പ്രേതമായിരുന്നടാ, കിരൺ വിക്കലോടെ പറഞ്ഞു. പിന്നെ പ്രേതം? ഓടാ കോപ്പേ, പ്രേതമല്ലേ ബസ്സിലും കാറിലും കയറി ഇറങ്ങി നടക്കണേ. നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ എന്തൊരു തീറ്റിയായിരുന്നു അവള്. ഞാൻ പോലും അത്ര കഴിക്കില്ല. ചായയും കാപ്പിയും കുടിച്ച് ലോഡ്ജ് മുറിയിൽ താമസിക്കുന്ന പ്രേതമോ? നിനക്ക് വട്ടാ. അരുൺ കളിയാക്കിയിട്ട് വീണ്ടും പിന്നിലെ സീറ്റിലേക്കും റോഡിലേക്കും നോക്കി. കിരൺ ഡോർ തുറന്ന് പുറത്തിറങ്ങി. അവളെ നീ കാണുന്നത് ഒരു ബസ് യാത്രയിൽ, അവളോട് സംസാരിക്കുന്നതും അതേ യാത്രയിൽ തന്നെ. ഓട്ടോ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന ദിവസം നീ ആ ഹോട്ടൽ മുറിയിൽ അനുഭവിച്ചതിന്റെ ആവർത്തനം. അമ്മയ്ക്കും എനിക്കും അതേ അനുഭവങ്ങൾ, അച്ഛന്റെ സംശയങ്ങൾ, അവളുടെ കൂടെ അവളിലേക്കുള്ള യാത്ര. മിലന്റെ വീട്ടിൽ ചെന്നപ്പോൾ ആരും കാണാതെ മുകളിലെ മുറിയിലെത്തിയത് അവൾ പറഞ്ഞ ന്യായം നീ വിശ്വസിച്ചു. പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ കണ്ടത് അവള് പറഞ്ഞ പോലെ ബാൽക്കണിയോ ടെറസോ മുകളിൽ കയറാനുള്ള പടികളോ അവിടെ ഇല്ലായിരുന്നു എന്നതാണ്. പിന്നീട് അങ്ങോട്ടുള്ള യാത്ര, അവളുടെ ഡ്രൈവിംഗ്, ആരും പറഞ്ഞു കൊടുക്കാത്ത മയൂര ലോഡ്ജിലേക്കുള്ള വഴി, ഇപ്പോൾ ഈ വാനിഷിംഗ്. ഇത്രയും പോരെ അവൾ ആരാണെന്ന് മനസ്സിലാക്കാൻ? കിരൺ പറഞ്ഞു. അരുൺ മീശയിൽ പിടിച്ചുകൊണ്ട് തല താഴ്ത്തി നിന്ന് ആലോചിച്ചു. വിശ്വസിക്കുന്നവർക്ക് പോസിറ്റീവ് എനർജി പോലെ നെഗറ്റീവ് എനർജിയുമുണ്ട്. അവളുടെ ആവശ്യം അവളെ കണ്ടെത്തുക, ഒപ്പം അവളുടെ സുഹൃത്തിനെ കണ്ടെത്തുക എന്നതായിരുന്നു. നീ ആ മുറിയിൽ ചെന്നതിന് ശേഷമാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അവരെ നഷ്ടമായതും ആ മുറിയിൽ തന്നെയാവണം. നമ്മളിവിടെ വരെ എത്തിക്കുക എന്നതായിരുന്നു അവളുടെ ഉദ്ദേശം. അവളത് പൂർത്തിയാക്കി മടങ്ങി. ഇനി നമ്മുടെ ഊഴമാണ്, കിരൺ പറഞ്ഞു. പക്ഷെ അവൾ നമ്മളെ ഒന്നും ചെയ്തില്ലല്ലോ. അരുൺ ചോദിച്ചത് കേട്ട് കിരൺ ചിരിച്ചു. ചുമ്മാതല്ല അച്ഛൻ നിന്നെ കളിയാക്കുന്നത്. അരുൺ അവനെ കൂർപ്പിച്ചു നോക്കി. വെള്ള സാരി എടുത്ത് പാട്ടും പാടി പ്രതികാരം ചെയ്യാൻ നടക്കുന്നതൊക്കെ സിനിമയില്. നമ്മുടെയൊക്കെ വിശ്വാസങ്ങളാണെല്ലാം. പണ്ടുള്ളവരൊക്കെ യക്ഷിയുണ്ട്, ഗന്ധർവനുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇരുട്ടിലേക്ക് പോകാതെയും അർദ്ധരാത്രി പുറത്തേക്ക് ഇറങ്ങാതെയും ഒക്കെ കുട്ടികളെ ഭയപ്പെടുത്തിയിരുന്നു. ഇലക്ട്രിക് സിറ്റി വന്നപ്പോൾ അതെല്ലാം പാടെ തേഞ്ഞു മാഞ്ഞു പോയില്ലേ? അതുപോലെയാണെല്ലാം. മനുഷ്യന്റെ ശരീരം വിട്ടാൽ അവർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ആത്മാക്കൾ പ്രതികാരം ചെയ്യാൻ തുടങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ മനുഷ്യൻ തന്നെ ഭൂമിയിൽ ഉണ്ടാവില്ലായിരുന്നല്ലോ. കിരൺ വലിയ ജ്ഞാനിയെ പോലെ പറഞ്ഞു. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നടാ? നിന്നേക്കാൾ 2 വയസ്സിന് മൂത്തതാ ഞാൻ. അത് വല്ലപ്പോഴും ഒന്ന് ഓർക്കുന്നത് നല്ലതാ. അരുൺ വണ്ടിയുടെ കീ അവന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് ഡോർ തുറന്നു കയറി. അത് ഞാൻ എല്ലാ കൊല്ലവും നിന്റെ ബർത്ത്ഡേക്ക് ഓർക്കാറുണ്ട് ചേട്ടാ. വേണേൽ ഇനി കൊല്ലത്തിൽ 2 തവണ ഓർക്കാം. കിരൺ ചിരിച്ചുകൊണ്ട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. എന്നാലും നിനക്ക് പേടി തോന്നുന്നില്ലേ? അരുൺ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. പണ്ടേതോ ക്ഷേത്രത്തിലെ ഐതിഹ്യം കവർ ചെയ്യാൻ പോയ എനിക്ക് അവിടുന്ന് എടുത്തുകൊണ്ട് വന്ന ചെപ്പിന്റെ പിന്നാലെ നമ്മൾ പിടിച്ച പുലിവാലിന്റെ അത്രയൊന്നും എന്തായാലും ഇതില്ല. ഞാനിതൊരു സ്പെഷ്യൽ കേസായിട്ടാണ് കാണുന്നത്. ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലൊരു എക്സ്പീരിയൻസ് നല്ലതാ. ഒരു സൂപ്പർ നാച്ചുറൽ കേസ്. ആത്മാക്കൾ തുടങ്ങി വെച്ചത് അവസാനിക്കുമ്പോൾ എത്ര മനുഷ്യർക്ക് അഴിയെണ്ണാൻ യോഗമുണ്ടാകുമെന്ന് കണ്ടറിയാം. കിരൺ വണ്ടിയെടുത്തു. അരുൺ ഒന്നും മിണ്ടാതെ ഒന്നുകൂടെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് നേരെയിരുന്നു. താനെന്താ പെട്ടെന്ന് കാണാൻ പറഞ്ഞേ? മദ്യക്കുപ്പി തുറക്കുമ്പോൾ CI ഷാജഹാൻ ചോദിച്ചു. ചന്ദ്രചൂഡൻ ഇനിയും മൗനം വെടിഞ്ഞിട്ടില്ല. ഷാജഹാന്റെ ക്വാർട്ടേഴ്സിലാണ് 2 പേരും. തനിക്കിതെന്ത് പറ്റി? പതിവില്ലാത്തൊരു മൗനം. ഷാജഹാൻ സോഡ മിക്സ് ചെയ്ത മദ്യം ഒരു ഗ്ലാസ് അയാൾക്ക് നേരെ നീട്ടിപ്പിടിച്ച് ചോദിച്ചു. ചന്ദ്രചൂഡൻ അയാളെ നോക്കാതെ അത് കൈ നീട്ടി വാങ്ങി ഒരു സിപ്പ് എടുത്തിട്ട് ടേബിളിലേക്ക് വെച്ചു. അന്നത്തെ ആ ബോഡി, അതെവിടെയാ ഷാജഹാൻ താൻ മറവ് ചെയ്തേ? മുതലാളിയുടെ പെട്ടെന്നുള്ള ചോദ്യം കേട്ട് ഷാജഹാൻ ഒന്ന് ഞെട്ടി. അതയാൾ കാണുകയും ചെയ്തു. അത് ഞാനെന്നേ പറഞ്ഞതല്ലേ, എന്താ ഇപ്പോൾ ഇങ്ങനൊരു ചോദ്യം? ഷാജഹാൻ അടുത്ത പകുഴിച്ചുകൊണ്ട് ചോദിച്ചു. അത് എവിടെയാണെന്നാണ് ഞാൻ ചോദിച്ചത്. മുതലാളിയുടെ ശബ്ദം കനത്തു. എവിടെയായാലും തനിക്കിനി അതുകൊണ്ടൊരു ദോഷവും ഉണ്ടാകാൻ പോകുന്നില്ല, അതുപോലെ ഷാജഹാൻ പറഞ്ഞു. ചന്ദ്രചൂഡൻ ആകെ ബുദ്ധിമുട്ടോടെ എങ്ങോട്ടേക്ക് നോക്കിയിരുന്നു. തനിക്ക് എന്താ ചന്ദ്ര? അതൊക്കെ കഴിഞ്ഞിട്ടിപ്പോൾ എത്ര ദിവസമായി? താനിനി അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ, ഷാജഹാൻ പറഞ്ഞു. മുതലാളി ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് കയ്യിലിരുന്ന ഗ്ലാസ് ടേബിളിലേക്ക് വെച്ചിട്ട് വാതിൽ തുറന്നിറങ്ങിപ്പോയി. ഷാജഹാൻ അയാളെ വിളിച്ചെങ്കിലും അയാൾ തിരിഞ്ഞു നോക്കിയില്ല. അയാൾ കുടിക്കാതെ വെച്ച മദ്യ ഗ്ലാസിലേക്ക് നോക്കി. മുഴുത്തൊരു തെറി വിളിച്ച ഷാജഹാൻ അതും കൂടി തന്റെ വായിലേക്ക് ഒഴിച്ചുകൊണ്ട് അന്നത്തെ പരിപാടി അവസാനിപ്പിച്ചു. ഇതിപ്പോൾ പോലീസ് ഇരുട്ടിൽ തപ്പുന്നുവെന്ന് ന്യൂസിലൊക്കെ പറയുന്നത് പോലെയുണ്ട് അവസ്ഥ. എന്ത് ചെയ്യണമെന്നോ എങ്ങനെ തുടങ്ങണമെന്നോ അറിയില്ല. വഴി കാണിച്ചു കൂടെ വന്നവൾ വഴിയിൽ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു. അരുൺ തലയ്ക്ക് കൈകൊടുത്ത് കസാരയിലേക്ക് ഇരുന്ന് ആരോടൊന്നില്ലാതെ പറഞ്ഞു. കിരൺ ഫോണും നോക്കി കട്ടിലിൽ കിടക്കുകയാണ്.
ഞാനെങ്ങും പോയിട്ടില്ല. പെട്ടെന്നൊരു അശരീരി കേട്ടതും അരുണും കിരണും ഞെട്ടി എഴുന്നേറ്റു. ആ, താൻ വന്നോ? എവിടെ പോയിരുന്നു? ചിരിയോടെ ചോദിച്ചുകൊണ്ട് കിരൺ കട്ടിലിൽ ചാരിക്കിടന്നു. അവന്റെ കുഞ്ഞമ്മയുടെ മോള് ലീവിന് വന്നതുപോലെയല്ലേ ചോദ്യം. എടാ, ഇതാ അവളാടാ, ആത്മാവ്. പേടിക്കണം ഈ വക സാധനങ്ങളെ. അരുൺ കഴുത്തിൽ കിടന്ന എലസ് കയ്യിൽ പിടിച്ചുകൊണ്ട് ടേബിളിൽ ചാരി കൈകെട്ടി നിൽക്കുന്ന സമീരയെ നോക്കി. താനിത് എനിക്ക് നേരെ കാണിച്ചാൽ ഞാനങ്ങ് പേടിക്കണോ? സിനിമയൊക്കെ കണ്ട് അത് അനുകരിക്കാൻ നിന്നാൽ ഇതിനപ്പുറം കാണേണ്ടി വരും. കേരള ഭൂമിയിലല്ലേ തന്റെ ജോലി. അപ്പോൾ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി, മീര പുച്ഛത്തോടെ പറഞ്ഞു. കിരൺ പൊട്ടിച്ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. എടാ, ഇവള് പ്രേതമാടാ. നീ ഇവളെ സപ്പോർട്ട് ചെയ്താൽ അവസാനം മേപ്പാടനെ പോലെ ആരെയെങ്കിലും വിളിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അരുൺ ഫോണെടുത്ത് പോക്കറ്റിൽ വെച്ച് പേടിയോടെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും വാതിൽ താനെ അടഞ്ഞു. അരുൺ ഞെട്ടി പിന്നോട്ട് മാറി. കിരൺ അത് കണ്ട് വീണ്ടും ചിരിച്ചു. മീര ടേബിളിൽ കിടന്ന അന്നത്തെ പത്രം മറിച്ചു നോക്കി നിന്നു. കണ്ടോ, ഇവള് പണി തുടങ്ങി. സഹായിക്കാമെന്ന നമ്മൾക്കിട്ട് തന്നെയാണോ പണി? ഇവൾക്ക് വേണ്ടിയാണോ നീ എന്നെ കളിയാക്കി ചിരിക്കുന്നത്? അരുണിന് ഭയമാണ്. ഞാൻ ആരെയും ഒന്നും ചെയ്യില്ല, എനിക്കതിന് കഴിയുകയുമില്ല. അതല്ലേ ഞാൻ നിങ്ങളുടെ സഹായം തേടുന്നത്. എൻ്റെ ആവശ്യം നിസ്സാരമാണ്. ഞാനും മിലനും എവിടെയാണെന്ന് എനിക്ക് കണ്ടെത്തണം. അത് ചെയ്തത് ആരാണെന്നും എന്തിനാണെന്നും അറിയണം. അതറിയുന്ന നിമിഷം ഞാൻ നിങ്ങളെ വിട്ടുപോകും, മീര പറഞ്ഞു. നീ പേടിക്കാതെ ചേട്ടാ. പണ്ട് മുത്തശ്ശി നമുക്ക് പറഞ്ഞു തന്ന കഥകളിൽ പലതും ഇതുപോലുള്ള ആത്മാക്കളുടെയും ഭൂതപ്രേത പിശാചുകളുടെയും ഒക്കെയല്ലേ. അതുപോലൊരു കെട്ടുകഥയാണ് മുന്നിൽ നടക്കുന്നതെന്ന് കരുതിയാൽ മതി. ഉറക്കത്തിൽ കാണുന്ന സ്വപ്നം പോലെ. ഉറങ്ങി ഉണരുമ്പോൾ സ്വപ്നം എന്തായിരുന്നു എന്ന് പോലും ചിലപ്പോൾ ഓർക്കാറില്ല. ഞാൻ എന്തായാലും ഇതൊരു ചലഞ്ചായി ഏറ്റെടുക്കുക. അച്ഛൻ പറഞ്ഞതുപോലെ ഇതിന് പിന്നാലെ എന്തു വന്നാലും നേരിടാൻ ഞാൻ തയ്യാറാണ്. നീ കൂടെ ഒന്ന് നിന്ന് തന്നാ മതി, കിരണും പറഞ്ഞു. അരുൺ രണ്ടുപേരെയും മാറി മാറി നോക്കി. സത്യം പറഞ്ഞോ, നിന്റെ മറ്റേ രഹസ്യക്കാരി ഇവളായിരുന്നോ? നീയാണോ ഇനി ഇവളെ? അരുൺ പറയാമെന്നത് പൂർത്തിയാക്കും മുമ്പ് അവന്റെ താടിക്കൊരു തട്ട് കിട്ടി. ദേ പെണ്ണെ, കളിക്കരുത്. ചത്തു തൊലഞ്ഞവരൊന്നും ജീവനുള്ളവരെ ഭരിക്കാൻ വന്നേക്കരുത്. ഒന്നു കുഴിച്ചു മൂടി, ഞാൻ പറഞ്ഞേക്കാം. സഹായം വേണമെങ്കിൽ അടങ്ങി ഒതുങ്ങി നിന്നോ. അധികം വിളഞ്ഞാൽ ഞാൻ ആരെയെങ്കിലും വിളിച്ചോണ്ട് വന്ന് ആവായിച്ച് കുപ്പിയിലാക്കി വല്ല തോട്ടിലും കൊണ്ട് കളയും. ഇല്ലെങ്കിൽ ആണിയടിച്ച് പാലയിൽ തളയ്ക്കും. മനുഷ്യനോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. അരുൺ മീരയെ നോക്കി വിരൽ ചൂണ്ടി. ഒന്നും മിണ്ടാതെ അവൾ പെട്ടെന്ന് മാഞ്ഞുപോയി. കിരൺ അരുണിനെ നോക്കി. നിനക്കെന്താടാ? നമ്മുടെ രണ്ടിൻ്റെയും അരയിൽ കെട്ടിയിരിക്കുന്ന രക്ഷ അമ്മ എവിടുന്ന് കൊണ്ടുവന്നതാണെന്ന് നിനക്കറിയാമല്ലോ. അത് അവിടെ ഉള്ളിടത്തോളം ഈ വക സാധനങ്ങളൊന്നും നമ്മളെ ഒന്നും ചെയ്യില്ല. നല്ലൊരു സുഹൃത്തായി നീ അവളെ കാണ്. ആത്മാവാണെന്നോ പ്രേതമാണെന്നോ കരുതണ്ട. അപ്പോൾ കാര്യങ്ങൾ സ്മൂത്തായിക്കോളും. നമ്മളോട് അവളൊരു കാര്യം ആവശ്യപ്പെട്ടു. അവളുടെ ഇച്ഛായന്മാരുടെ സ്ഥാനത്ത് നിന്ന് നമ്മളത് സാധിച്ചു കൊടുക്കുക. ഒരു ആത്മാവിന് അതോടെ മോക്ഷം കിട്ടുമെങ്കിൽ അതല്ലേടാ നല്ലത്, കിരൺ ചോദിച്ചു. പലതരം ഭ്രാന്തകളും കണ്ടിട്ടുണ്ട്. ചത്തുപോയതിനെ സുഹൃത്താക്കുന്നത് ഇതാദ്യമായാണ് കാണുന്നത്. വന്നുപോയില്ലേ, ഇനി വരുന്നതൊക്കെ അനുഭവിക്കുക തന്നെ. മാഞ്ഞുപോയ ചേച്ചി ഇങ്ങ് പോരെ, ഞാനിനി ഒന്നും പറയില്ല, അരുൺ മുറിയാക്കി നോക്കിക്കൊണ്ട് പറഞ്ഞു. ഒരു പുഞ്ചിരിയോടെ മീര ടേബിളിൽ ചാരി പത്രവും നോക്കി നിന്നിരുന്നു. അവർ തിരിഞ്ഞു നോക്കുമ്പോൾ സന്ധ്യ വരെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തത് കാരണം അരുണും കിരണും കാറുമെടുത്തൊന്ന് ചുറ്റി വരാമെന്ന് കരുതി ഇറങ്ങി. പിന്നാലെ വാലുപോലെ മീരയും. മഴയായതിനാൽ മാളിലേക്കാണ് പോയത്. ഒരു സിനിമയും കണ്ട് ഫുഡും കഴിച്ച് 7 മണിയോടെ അവർ മടങ്ങിയെത്തുമ്പോൾ മനു ഡ്യൂട്ടിയിൽ കയറിയിരുന്നു. ഞാൻ വന്നപ്പോൾ വൈകി. നിങ്ങൾ കാത്തിരുന്ന് മടുത്തു കാണുമെന്നാ കരുതിയ. എന്തായാലും നന്നായി, മനു കീ എടുത്ത് കൊടുക്കുമ്പോൾ പറഞ്ഞു. നല്ല മഴയല്ലേ, ഞങ്ങൾ വരാൻ നോക്കിയിരുന്നത് പോലുണ്ട് മഴ പെയ്യുന്നത് കണ്ടാൽ. അരുൺ കീ വാങ്ങിക്കൊണ്ട് പറഞ്ഞു. ഇതിനിപ്പോൾ നേരവും കാലവും ഇല്ലല്ലോ, തോന്നുമ്പോൾ പെയ്യുമല്ലേ, കിരണും പറഞ്ഞു. 8 മണിക്ക് ഒരു റൂം വെക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവരൊന്ന് പോയിട്ട് ഞാൻ മുറിയിലേക്ക് വരാം, മനു പറഞ്ഞു. ഓക്കെ, അത് മതി. അരുൺ പടി കയറി മുകളിലേക്ക് പോയി. കിരൺ പിന്നാലെ പോകാൻ തുടങ്ങിയിട്ട് തിരിഞ്ഞു വന്ന മനുവിനോട് ചോദിച്ചു. ഇവിടുത്തെ സെക്യൂരിറ്റി എവിടെ പോയി? പകലൊന്നും കണ്ടില്ല, രാത്രിയിലും ആളില്ലേ? കിരണിന്റെ സംശയം വാതിലിനടുത്ത് കിടക്കുന്ന ഇരുമ്പസേര കണ്ടിട്ടായിരുന്നു. ഒരാളുണ്ട്, തോമസ്, എക്സ് മിലിറ്ററി. തോമസ് ചേട്ടന്റെ അമ്മ മരിച്ചു 2 ദിവസം മുമ്പ്. അതുകൊണ്ട് ഈ ആഴ്ച ചേട്ടൻ ലീവാ, മനു പറഞ്ഞു. ഓ ഓക്കെ. കിരൺ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി. മനു തനിക്ക് ചുറ്റുമൊന്ന് കണ്ണോടിച്ചുകൊണ്ട് വെക്കേറ്റ് ചെയ്യുന്നവരുടെ ബില്ല് ശരിയാക്കാൻ തുടങ്ങി. ഒരു തോമസ് ആണ് ഇവിടുത്തെ സെക്യൂരിറ്റി. പേര് കേട്ടിട്ട് അല്പം പ്രായമുള്ള ആളാണെന്ന് തോന്നുന്നു. ചിലപ്പോൾ അയാളാകും നിങ്ങൾ വന്ന രാത്രിയിൽ റിസപ്ഷനിൽ നിന്നത്, മുറിയിലേക്ക് വന്ന കിരൺ മീരയോട് പറഞ്ഞു. തോമസ്. മീര ആലോചനയോടെ തല താഴ്ത്തി. തോമസ് അല്ല, അയാളുടെ പേര് കുര്യനെന്നോ കുരുവിളയെന്നോ അങ്ങനെയാണ്, അവൾ പറഞ്ഞു. അതെങ്ങനെ അറിയാം? കിരൺ ചോദിച്ചു. കുര്യച്ചൻ എന്ന അയാളെ ആരോ വിളിക്കുന്നത് മുകളിലേക്ക് കയറുമ്പോൾ ഞാൻ കേട്ടതാണ്, മീര പറഞ്ഞു. ഇതിപ്പോൾ ആളുകൾ കൂടിക്കൂടി വരുന്നു, ഒരു തുമ്പും കിട്ടുന്നുമില്ല, അരുൺ ആരോടുന്നില്ലാതെ പറഞ്ഞു. മീര അരുണിനെ നോക്കി. ഇന്ന് ആ മുറിയിൽ നിന്നെന്തെങ്കിലും കിട്ടാതിരിക്കില്ല, കിരൺ വിശ്വാസത്തോടെ പറഞ്ഞു. അതെ, കിട്ടുന്നത് തല്ലാവാതിരുന്നാൽ മതി, അരുൺ പറഞ്ഞു. നിങ്ങൾക്കൊന്നും മിണ്ടാതിരുന്നൂടെ? മീര ദേഷ്യത്തിൽ അരുണിനോട് ചോദിച്ചു. പെണ്ണുങ്ങളായാൽ അടങ്ങി ഒതുങ്ങി കുടുംബത്തിലിരിക്കണം. എന്താ ഏതാണെന്ന് അറിയാത്തൊരുത്തൻ്റെ കൂടെ നാട് മൊത്തം കറങ്ങി നടന്ന് എങ്ങാണ്ട് പോയി ചത്തൊടുങ്ങിയിട്ട് എന്നെ കാണാനില്ലെന്ന് പറഞ്ഞ് കരഞ്ഞാൽ മതിയല്ലോ. ഒന്നെങ്കിൽ വകതിരിവ് വേണം.
അല്ലെങ്കിൽ താൻ ആരാണെന്നുള്ള ബോധം വേണം. ചുമ്മാ ആത്മാക്കൾക്ക് പേരുദോഷമുണ്ടാക്കാൻ ഇങ്ങനെ മായാവി കളിച്ചിട്ട് കാര്യമില്ല. അരുൺ പല്ലു കടിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞതും അവൻ നിന്നിടത്ത് നിന്ന് പൊങ്ങി സീലിംഗിൽ ചെന്ന് തലയിടിച്ചു. ആ! അരുൺ ഭയന്ന് വാ വെച്ച് തലയിൽ തടവിക്കൊണ്ട് അവൻ അവളെ കലിപ്പോടെ നോക്കി. ഡാ, നിന്ന് കിണിക്കാതെ എന്നെ താഴെ ഇറക്കാൻ പറ അവളോട്. അരുൺ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അവനത് പുറത്ത് കാണിച്ചില്ല. ഞാൻ ഈ നാട്ടുകാരനല്ലേ? കിരൺ തോർത്തുമെടുത്ത് ബാത്റൂമിലേക്ക് കയറി. ദേ പെണ്ണെ, നിന്നെ കണ്ടുപിടിക്കണോ? എങ്കിൽ മതി. ഞാനാ ആ മുറിയിൽ നിന്നും നിന്നെ പുറത്തു കൊണ്ടുവന്നത്. അതിൻ്റെ നന്ദിയെങ്കിലും കാണിക്കേ. അരുൺ കരയുമെന്ന് തോന്നി മീരയ്ക്ക്. ഞാനൊരു ദുരാത്മാവല്ല. സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത വെറും ദേഹി മാത്രമാണ്. വെറുതെ പരീക്ഷിച്ചു നോക്കാൻ നിൽക്കണ്ട. ഇപ്പോൾ ഈ കണ്ട വിധം പലതുമുണ്ട് നീ കാണാൻ. അതിലേക്കൊന്നും എത്താൻ എന്നെ പ്രകോപിതയാക്കാതിരിക്കണേൽ നിന്റെ നാവടക്കിക്കോ. സഹായം ചോദിച്ചുവെങ്കിൽ സഹായിച്ചവരെ ഉപദ്രവിക്കാതിരിക്കാനും കഴിയണം. മനുഷ്യന്മാരുടെ വൃത്തികെട്ട സ്വഭാവങ്ങളൊന്നും എന്നോട് വില പോകില്ല. ഓർത്താൽ നല്ലത്, ദുഃഖിക്കേണ്ടി വരില്ല. അവൾ വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൾക്ക് പിന്നിൽ തനിയെ വാതിലടഞ്ഞതും അരുൺ നിലത്തേക്ക് വീണിരുന്നു. അമ്മച്ചിയെ, എൻ്റെ നടുവ്! അരുൺ നടുവിന് കൈ താങ്ങി എഴുന്നേറ്റു. നിനക്കിത് വേണം. അവളെ ചൊറിഞ്ഞ് വാങ്ങിച്ചെടുത്തത് പണിയല്ലേ? അവൾക്കൊരു ലക്ഷ്യമുണ്ട്. അതിനവൾക്ക് മനുഷ്യരുടെ സഹായം കൂടിയേ തീരൂ. നമ്മുടെ കഷ്ടകാലത്തിന് നിന്നെ തന്നെയാണ് അതിനായി അവൾ ആദ്യം കാണുന്നത്. അവൾക്ക് നമ്മളിൽ വിശ്വാസം വന്നിട്ടാണല്ലോ നമ്മളോടെല്ലാം പറഞ്ഞതും ഇവിടേക്ക് കൊണ്ടുവന്നതും. ആ ജോലി നമ്മൾ ഭംഗിയായി തീർക്കുക. അവളെ അവളുടെ വഴിക്ക് വിടുക, നമ്മൾ മടങ്ങുക. അതിനിടയിൽ വെറുതെ മനുഷ്യന്റെ തനി സ്വഭാവം കാണിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നത് ചിക്കൻ ഫ്രൈ പോലെ ആയിട്ടാവരുതെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് പറയുക. നിന്റെ ദേഷ്യവും ചൊറിച്ചിലും തീർക്കാൻ അവള് നമ്മുടെ കുഞ്ഞമ്മയുടെ മോൾ അഞ്ചുമല്ല, ഒരു ആത്മാവാ. അത് ഓർമ്മ വേണം. കിരൺ ബാത്റൂമിൽ നിന്നിറങ്ങി തോർത്ത് കസാരയിൽ വിരിച്ചിട്ടുകൊണ്ട് പറഞ്ഞു. ചേട്ടനാണെന്ന് വാഗൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെതായ വകതിരിവും കാണിക്കണം. കിരൺ പുച്ഛത്തോടെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വന്നതും കൊള്ളാം, നിന്നതും കൊള്ളാം. എല്ലാം നമ്മുടെ നെഞ്ചത്തോട്ടാ. ഞാനൊന്നും മിണ്ടുന്നില്ലേ. അവനും പുറത്തേക്കിറങ്ങി വാതിലടച്ചു. മനു മുകളിലേക്ക് കയറി വരുമ്പോൾ അരുണും കിരണും ഫോണിൽ നോക്കി ഇടനാഴിയിലെ ബെഞ്ചിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. മീര പുറത്തേക്ക് നോക്കി ജനലോരം നിന്നിരുന്നു. സെക്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ട് ഗ്രില്ലടിച്ചു. ഇനി ആരും വരാനില്ല. വന്നാലും ബെല്ലടിക്കുമ്പോൾ കേൾക്കാം. നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. മനു പോക്കറ്റിൽ നിന്നും താക്കോലെടുത്ത് മുന്നോട്ട് നടന്നു. താനൊന്ന് പതുക്കെ സംസാരിക്കെ. കിരൺ അടഞ്ഞു കിടക്കുന്ന മുറികളിലൊക്കെ നോക്കി പറഞ്ഞു. ഇന്ന് മുകളിൽ ആരുമില്ല നിങ്ങളല്ലാതെ. താഴെ ഒരുവിധം എല്ലാ റൂമിലും ആളുണ്ട്. ജാസ്മിനോട് ഞാൻ പറഞ്ഞിരുന്നു നമ്മളൊന്ന് കൂടുന്നുണ്ടെന്ന്. അയാൾ ഇന്ന് മനഃപൂർവ്വം മുകളിലേക്ക് ആരെയും കയറ്റാഞ്ഞതാ. മനു ചിരിച്ചു. പിന്നെ മുതലാളിയുടെ റൂമാണ്. പതിവില്ലാതെ ഇന്നലെ വൃത്തിയാക്കിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഇതിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു വസ്തുവിലും ആവശ്യമില്ലാതെ തുടരുത്, സ്ഥാനം മാറ്റരുത്, മനു അഭ്യർത്ഥിക്കുന്ന പോലെ പറഞ്ഞു. കൈകെട്ടി നിന്നോളാം ഞങ്ങൾ. അരുൺ കൈകെട്ടി കാണിച്ചു. മനു മങ്ങിയൊരു ചിരിയോടെ വാതിൽ തുറന്നു. തനിക്കെന്ത് പറ്റി? ടെൻഷനൊന്നും വേണ്ട, കിരൺ മീരയോട് പറഞ്ഞു. അവളുടെ മുഖം മ്ലാനമായിരുന്നു. മനുവിനൊപ്പം അരുൺ മുറിയിലേക്ക് കയറി. എല്ലാം നല്ല വൃത്തിയിൽ കിടക്കുന്നു. അടഞ്ഞു കിടന്നിരുന്ന റൂമിന്റെ ഒരു ചെറിയ ഗന്ധമൊഴിച്ചാൽ നല്ല മുറി. അവന് കഴിഞ്ഞുപോയ രാത്രി ഓർമ്മ വന്നു. ആ ഓർമ്മയിൽ തന്നെ അവൻ ചെന്ന് സുതാര്യമായ നീല കർട്ടൻ നീക്കി ജനൽപ്പാളി അല്പം തുറന്നു. ആഹാ, നല്ല മഴയാണല്ലോ, അരുൺ പറഞ്ഞു. കിരണും ജനലിന്റെ അടുത്തേക്ക് വന്ന് പുറത്തേക്ക് നോക്കി. തുറക്കണ്ട, പുറത്തുനിന്ന് ആരെങ്കിലും കണ്ടിട്ട് വേണം ഇനി അയാളുടെ കാതിൽ ഓതി കൊടുക്കാൻ, മനു പറഞ്ഞു. അവൻ കട്ടിലിൽ ചെന്നിരുന്നു. തനിക്കെന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ ഈ മുറിയിലെ കാര്യങ്ങൾ? കിരൺ മീരയെ നോക്കി. അവൾ മുറിയിലാകെ പതറി നോക്കി നിൽക്കുകയായിരുന്നു. എനിക്കൊന്നും ഓർമ്മയില്ല. ഞങ്ങളന്ന് 14 നമ്പർ റൂമിലായിരുന്നു. എനിക്കത് നല്ല ഓർമ്മയുണ്ട്. മാഞ്ഞു തുടങ്ങിയ കറുത്ത മഷിയിൽ 14 എഴുതിയ ഡോറ്. ഞാനാണ് ലോക്കെടുത്ത് തുറന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് റൂമാണത്. പക്ഷെ എനിക്ക് ഇതിലാണ് എന്തോ സംഭവിച്ചതായി തോന്നുന്നത്. എന്നാലത് ഓർമ്മയിൽ വരുന്നതുമില്ല, അവൾ പറഞ്ഞു. അന്ന് മിലൻ വാതിൽ തുറന്നപ്പോൾ അകത്തേക്ക് വന്നത് ആരാണെന്ന് ഓർമ്മയുണ്ടോ തനിക്ക്? കിരൺ വീണ്ടും ചോദിച്ചു. അരുൺ ജനലടച്ച് കർട്ടൻ വലിച്ചിട്ട് മനുവിന്റെ അടുത്ത് കട്ടിലിലേക്ക് ചെന്നിരുന്നു. അനിയൻ പോലീസാണല്ലേ? മനു പതിയെ ചോദിച്ചു. അതെ, SI ആണ്. ആർക്കും ചോദ്യമില്ലാത്തൊരു നുണ പറഞ്ഞു അരുൺ. അയാൾക്ക് നല്ല ഉയരവും അതിനൊത്ത ശരീരവും ഉണ്ടായിരുന്നു. കാക്കി കളർ ഷർട്ടും കറുത്ത ജീൻസുമായിരുന്നു വേഷം. തലയിലൊരു തൊപ്പിയുണ്ടായിരുന്നു. ഒരു കൈയിൽ ചെയിൻ പോലെ എന്തോ ഒന്ന് കറുപ്പും വെളുപ്പും ചേർന്ന നിറത്തിലുണ്ടായിരുന്നു. പിന്നെ വേറെ? മീര ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ആ ഒറ്റക്കാതിൽ കമ്മലിട്ടിട്ടുണ്ട്, അവൾ പറഞ്ഞു. കമ്മലോ? അരുൺ ചോദിച്ചു. അതെ, പെണ്ണുങ്ങളിടുന്ന മൂക്കുത്തി പോലെയുള്ള സിമ്പിൾ സ്റ്റോണിലുള്ള കമ്മൽ. ഇടത് ചെവിയിലാണെന്ന് തോന്നുന്നു, അവൾ പറഞ്ഞു. ഏത് കളർ കല്ലാണ്? കിരൺ ചോദിച്ചു. കറുപ്പ്. അവൾക്ക് ആലോചിക്കേണ്ടി വന്നില്ല. വേറെയൊന്നും എനിക്ക് ഓർമ്മയില്ല, മീര മുൻകൂർ ജാമ്യം പോലെ പറഞ്ഞു. ചേട്ടൻ അന്നത്തെ ദിവസം സംഭവിച്ചത് ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ, കിരൺ അരുണിനോട് പറഞ്ഞു. അവൻ അന്ന് രാത്രി മഴ നനഞ്ഞോടി വന്നത് മുതലുള്ള കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു കേൾപ്പിച്ചു. ആ മുറിയിലേക്ക് കയറി വന്നത് മുതലാളിയുടെ ഒരു സുഹൃത്തായി കൂടെ. അയാൾ വന്ന് നിങ്ങളെ അപായപ്പെടുത്തി ഈ റൂമിലേക്ക് കൊണ്ടുവരുന്നു. നിങ്ങളെ മയക്കാനോ ഉറക്കാനോ എന്തെങ്കിലും ഉപയോഗിച്ച് കാണാം. അതാണ് നിനക്കൊന്നും ഓർക്കാൻ കഴിയാത്തത്. നമുക്ക് ആ രീതിയിലൊന്ന് മുന്നോട്ട് പോകാം, എന്താ? കിരൺ ചോദിച്ചു. ആദ്യം റിസപ്ഷൻ ഡെസ്കിൽ വന്നിരുന്ന കുര്യച്ചൻ ആരാണെന്നറിയണം.
മനുവിന് അത് എളുപ്പമല്ലേ? അതിൽ നിന്ന് തുടങ്ങുന്നതാവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അയാളറിയാതെ ആരും മുകളിലേക്ക് കയറി വരില്ല. നമുക്ക് രണ്ടുപേരെ തിരിച്ചറിയാനും കഴിയും. അന്ന് ഡ്യൂട്ടിയിൽ ആരായിരുന്നു എന്നാണ് ആദ്യം തിരക്കേണ്ടത്. അരുൺ മനുവിനെ നോക്കി. കുര്യച്ചൻ എന്നൊരാൾ. മനു ആലോചനയുടെ താടിയിൽ കൈവച്ചു. ഒരാഴ്ച മുമ്പ് 2 ദിവസം ഞാൻ ജോലിയിൽ ലീവായിരുന്നു. അമ്മയ്ക്ക് സുഖമില്ലാതെ ആശുപത്രിയിൽ പോകേണ്ടി വന്നതുകൊണ്ട് ആ ദിവസങ്ങളിലായിരിക്കണം ഇവര് വന്നതും ഇതൊക്കെ നടക്കുന്നതും. പക്ഷെ റിസപ്ഷൻ നോക്കിയത് ആരാണെന്നറിയില്ല. പകൽ ജാസ്മിൻ ആയതുകൊണ്ട് ഞാൻ കൂടുതൽ ചികയാനും പോയില്ല. മനു പറഞ്ഞു. നിങ്ങൾക്ക് അറ്റൻഡൻസ് ഉണ്ടോ? കിരൺ ചോദിച്ചു. ഉവ്വ്, ഞാനിപ്പോ വരാം. എന്തോ ഓർത്തതുപോലെ മനു വേഗം ചെന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ജാസ്മിൻ? അരുൺ കിരണിനെ നോക്കി. ഇതുവരെ സംശയിക്കത്തക്കതായി ഒന്നുമില്ല. പക്ഷെ വെറുതെ വിടാനും വയ്യ. വരട്ടെ, നോക്കാം. കിരൺ മീരയെ നോക്കി. അവൾ അരുണിരിക്കുന്ന കട്ടിലേക്ക് നോക്കി നിൽക്കുകയാണ്. ആ നോട്ടം മുകളിൽ കറങ്ങുന്ന ഫാനിലേക്കും പോകുന്നുണ്ടിടയ്ക്ക്. അരുണും അത് കണ്ടു. അവനപ്പോൾ അന്നത്തെ രാത്രിയും തനിക്ക് മുന്നിൽ തൂങ്ങി നിന്നിരുന്ന 2 കാലുകളും ഓർമ്മ വന്നു. മനു കയറി വരുമ്പോൾ ഡോർ അടഞ്ഞു കിടന്നിരുന്നു. മനു പതിയെ ഡോർ തള്ളി നോക്കി. അത് ലോക്കല്ലായിരുന്നു. അരുൺ തലയും തടകി കട്ടിലിൽ ഇരിക്കുന്നു. അവരെവിടെ? മനു ചോദിച്ചു. പുറത്തില്ലേ? അരുൺ മറുചോദ്യം ചോദിച്ചു. ഇല്ല, മനു പറഞ്ഞു. രണ്ടും കൂടി നാട് വിട്ടോ? അരുൺ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പുറത്തേക്കിറങ്ങാൻ പോയതും കിരണും പിന്നാലെ മീരയും കയറി വന്നു. എവിടെ പോയി നിങ്ങൾ അതിനിടയിൽ? അരുൺ ചോദിച്ചു. ഈ വഴിയിൽ ഒരു അവീതം തരപ്പെടുമോ എന്നറിയാൻ പോയതാ. തൽപരകക്ഷിയല്ല. കിരൺ നടുവേർപ്പെട്ടു. മീര അവനെ ചുഴിഞ്ഞു നോക്കി. കിരൺ മിണ്ടാതെ നിന്നു. മനുവും അരുണും പരസ്പരം നോക്കി ചിരിച്ചു. എന്താ, ഇയാളെ മനസ്സിലായോ? കിരൺ വിഷയത്തിലേക്ക് വന്നു. ഇല്ല, അതിൽ ആ ദിവസത്തെ നൈറ്റ് ഡ്യൂട്ടി എഴുതിയിട്ടില്ല. മനു പറഞ്ഞു. ഇനി എന്ത് ചെയ്യും? അരുൺ വീണ്ടും കട്ടിലേക്ക് വന്നിരുന്നു. മീര ഭിത്തിയിലേക്ക് ചാരി. കിരണും ഒരു നിമിഷം ചിന്തിച്ചു. മനു മൂവരെയും നോക്കി. ഞാനൊരു കാര്യം പറയട്ടെ? മനു ചോദിച്ചു. പറയടോ. അരുൺ അവനെ നോക്കി. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുത്താലോ? മനസ്സിലായില്ല. കിരൺ കസേര മുന്നോട്ട് നീക്കിയിട്ടിരുന്നു. ഈ കുട്ടിയുടെ കൂട്ടുകാരന്റെ മിസ്സിങ്ങിൽ എന്തായാലും മുതലാളിക്ക് പങ്കുണ്ടാകുമെന്നത് ഉറപ്പിച്ച സ്ഥിതിക്ക് ഈ കുട്ടിയൊന്ന് ശ്രമിച്ചാൽ അത് മുതലാളിയിൽ നിന്ന് തന്നെ ഈസിയായി അറിയാൻ കഴിയില്ലേ? കാര്യം ഞാൻ ഉണ്ണുന്നത് അയാളുടെ ചോറാണെങ്കിലും നെറുകേടിന് കൂട്ടു നിൽക്കാൻ വയ്യ. അതുകൊണ്ട് പറഞ്ഞതാ, മനു പറഞ്ഞു. കിരണും അരുണും മീരയെ നോക്കി. അത് നടക്കുമെന്ന് തോന്നുന്നില്ല മനു. അരുണാണ് പറഞ്ഞത്. അതെന്താ? കുട്ടിക്ക് ബുദ്ധിമുട്ടാകുമോ? ഞങ്ങൾ 3 പേര് പുറത്തുണ്ടാകുമല്ലോ, ഭയക്കേണ്ട കാര്യമില്ല. മനു മീരയെ നോക്കി. അവളൊന്ന് ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ഈ കുട്ടി പോയാൽ മിക്കവാറും നിന്റെ മുതലാളിയുടെ കാറ്റ് പോകും. കിരൺ അല്പം തമാശ കലർത്തി കാര്യം പറയാമെന്ന് കരുതി. മനുവിനെ ഭയപ്പെടുത്താത്ത രീതിയിൽ സംസാരിക്കാൻ അവൻ തയ്യാറെടുത്തു. അതെന്താ അങ്ങനെ? മനു മീരയെ നോക്കി ചോദിച്ചു. അതങ്ങനെയാ മനു. കാരണം ഈ കുട്ടി മരിക്കാൻ തന്നെ കാരണം ഈ ലോഡ്ജാണ്. അപ്പോൾ നിന്റെ മുതലാളിയുടെ അറിവോടെ ആകണമല്ലോ ഇവളുടെ മരണം സംഭവിച്ചത്. കിരൺ പതിയെ പറഞ്ഞു. മനു ഞെട്ടി കണ്ണു തുറച്ച് മീരയെ നോക്കി. അവൻ ഇരുന്ന് വിറയ്ക്കുന്നത് പോലെ തോന്നി അരുണ്. കൈകൾ വിറയ്ക്കുന്നുണ്ട്. ശരീരം വിയർപ്പിൽ മുങ്ങി. എന്താ ഈ കുട്ടി? മനുവിന് ശബ്ദമുണ്ടായിരുന്നില്ല. അതേ മനു, ഞാൻ മനുഷ്യനല്ല. എന്നാൽ എൻ്റെ ശരീരം എവിടെയാണെന്ന് എനിക്ക് അറിയുകയുമില്ല. അതിനാണ് ഞാൻ ഇവരുടെ സഹായം ആവശ്യപ്പെട്ടത്. മീരയുടെ ശബ്ദം കാതിൽ വീണതും മനു ബോധം പറഞ്ഞ് പിന്നോട്ട് വീണു. അരുണിന് പിടിക്കാൻ കഴിയും മുമ്പ് അവൻ നിലത്തേക്ക് വീണിരുന്നു. ഷാജഹാൻ ഒരു സിഗരറ്റിന് തീ കൊളുത്തി ആഞ്ഞു വലിച്ചു. തൊട്ടടുത്തായി ഒരു കോൺസ്റ്റബിൾ നിൽക്കുന്നുണ്ട്. 2 പേരും യൂണിഫോമിലാണ്. സാറിന് എന്ത് പറ്റി? 2 ദിവസമായിട്ട് ആകെ ഒരു എരിപൊരി വെപ്രാളമാണല്ലോ, അയാൾ ചോദിച്ചു. ഷാജഹാൻ സിഗരറ്റ് ദൂരേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അയാളെ നോക്കി. എടോ കുര്യച്ച, തനിക്ക് ആ ദിവസം ഓർമ്മയുണ്ടോടോ? ഷാജഹാൻ ചോദിച്ചു. ഏത് ദിവസമാ സാറേ? കുര്യച്ചൻ മറുചോദ്യം ചോദിച്ചു. ആ പെണ്ണും ചെറുക്കനും നല്ല മഴയും. ഷാജഹാൻ ചിരിച്ചു. മറക്കാൻ പറ്റുമോ സാറേ ആ രാത്രി? ഓ, അവളൊരു മുതലായിരുന്നു. സാറും കൂട്ടുകാരനും രുചിച്ചു കഴിഞ്ഞുള്ള എച്ചിലാണ് കിട്ടിയതെങ്കിലും തൃപ്തിയായിരുന്നു എനിക്ക്. അവളുടെ അയാൾ പറയാൻ വന്നത് ഷാജഹാൻ തടഞ്ഞു. അവളുടെ ശവത്തെ ഓർത്തൊന്നും മിണ്ടാതിരിക്കണോ? തന്റെ ആക്രാന്തം കണ്ടിട്ട് നിർത്തിപ്പോകാൻ പോയ ഞാൻ പിന്നെയും അവളുടെ ദേഹത്തോട്ട് ചെന്ന് വീണത്. അതോടെ തീരുമെന്ന് ആരറിഞ്ഞു? ഇതുവരെ ആരും അന്വേഷിച്ചു വരാത്ത സ്ഥിതിക്ക് അതങ്ങ് കഴിഞ്ഞെന്ന് സമാധാനിക്കാം. ഷാജഹാൻ അടുത്തൊരു സിഗരറ്റ് എടുത്തു. സാർ അവളുടെ ശവം എന്തു ചെയ്തു? അയാൾ ചോദിച്ചു. ഷാജഹാൻ ദൂരേക്ക് നോക്കി നിന്ന് ചിരിച്ചതല്ലാതെ ഒന്നും മിണ്ടിയില്ല. ആ കൊച്ചനെ കൊല്ലേണ്ടി വരുമെന്ന് കരുതിയില്ല. ബോധം വരുമ്പോൾ എണീച്ചു പോയിക്കോളുമെന്നാ കരുതിയത്. പക്ഷെ അവൻ അവളെ രക്ഷിക്കാൻ വന്നു. എന്നിട്ടെന്തായി? അൽപായുസായി പോയില്ലയോ? ശരിക്കും പറഞ്ഞാൽ അവനൊരു പൊട്ടനാ. കൂടെ കൊണ്ടു നടന്നിട്ടും മുതലാക്കാൻ അറിയാത്ത പൊട്ടൻ. കുര്യച്ചൻ ചിരിച്ചു. ആ പിള്ളേരെ ഏതോ കൊമ്പത്തെ വീട്ടിലുള്ളവരാടോ. അവളുടെ അപ്പൻ വലിയ പ്ലാനറും ബിസിനസ്സുകാരനുമൊക്കെയാ. അവന്റെ അപ്പൻ വലിയ എഞ്ചിനീയറും. കാശിന് പഞ്ഞമില്ലാത്ത വീട്ടുകാരാ. നമുക്കൊന്ന് കളിച്ചു നോക്കിയാലോ? ഷാജഹാൻ ചോദിച്ചു. എനിക്ക്. കുര്യച്ചൻ തലചൊറിഞ്ഞു. കിട്ടുന്നതിന്റെ 1/3 തരാടോ? ഷാജഹാൻ പറഞ്ഞു. എങ്കിൽ ഞാനുണ്ട് കൂടെ. സാർ എന്താന്ന് വെച്ചാൽ അയക്കോ? അയാൾ ഉഷാറായി. ഷാജഹാൻ എരിഞ്ഞു തീർന്ന സിഗരറ്റ് കളഞ്ഞുകൊണ്ട് ചിരിച്ചു. എന്റെ പൊന്നുമനു, താൻ ഇത്ര ലോലനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളിത് പറയില്ലായിരുന്നു. ഇതിപ്പോൾ കിരൺ പറഞ്ഞു. ചേട്ടാ, ഈ പെണ്ണ് മരിച്ചതാണ്. കൺമുന്നിൽ
ഇങ്ങനെയൊന്നിനെ കണ്ടാൽ ഞാനല്ല എൻ്റെ അപ്പാപ്പനായാലും ബോധം കെടും. എന്നാലും ഇത് മനു മീരയുടെ കാലിലേക്ക് നോക്കി. ഇത് നിലത്ത് നിൽക്കുവാണല്ലോ. സാധാരണ പറന്നു നടക്കുവല്ലേ വേണ്ടത്. പാട്ടൊക്കെ പാടി വെള്ള സാരിയൊക്കെ കൊടുത്തിട്ട് ഇവർക്ക് അമാനുഷിക കഴിവൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ സ്വയം കേസ് തെളിയിക്കാനൊക്കെ എളുപ്പമല്ലേ? മനുവിൻ്റെ ചോദ്യങ്ങൾ കേട്ട് അരുൺ ചിരിച്ചുപോയി. മലയാളത്തിൽ ഇറങ്ങുന്ന എല്ലാ പ്രേത സിനിമകളും കാണാറുണ്ടല്ലേ? കിരണാണ് ചോദിച്ചത്. ഒരുവിധം, മനു പറഞ്ഞു. ആ തോന്നി. എടോ, അതൊക്കെ സിനിമാക്കാരുണ്ടാക്കിയ പ്രേതലോകമാണത്. ശരിക്കും ഒരു വെളുത്ത പുക പോലെയാണ് മറ്റുള്ളവർക്ക് ഞങ്ങളെ കാണാൻ കഴിയുക. അതിനെയാണ് വെള്ള സാരിയൊക്കെ ആക്കുന്നത്. പറന്നു നടക്കുമല്ല, പുക പോകുന്നത് പോലെയാണ് യാത്ര ചെയ്യാൻ കഴിയുന്നത്. ഭാരമില്ലാത്ത ശരീരമാണ് ആത്മാവ്. അതിന് രൂപവും ഭാവവും ഒന്നുമില്ല. അതുകൊണ്ട് പാട്ട് പോയിട്ട് ഒരു അക്ഷരം മിണ്ടാൻ കൂടി കഴിയില്ല. പിന്നെ മനുഷ്യർക്കുള്ളത്ര കഴിവൊന്നുമില്ലടോ ശരീരം ഉപേക്ഷിച്ച ആത്മാവിന്. അവർക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. ചില ദുർമരണപ്പെട്ടവർക്ക് മറ്റുള്ളവരെ ഭയപ്പെടുത്താനുള്ള കഴിവുണ്ടാകും. അവർക്ക് ഇഷ്ടമല്ലാതെയുള്ള മരണമല്ലേ നടന്നത്. അപ്പോൾ ദേഷ്യവും പകയും കൂടുതലായിരിക്കും. പിന്നെ ചിലർക്ക് സ്നേഹിച്ച് കൊതി തീരാത്തവരോട് ഒരു അടുപ്പമുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് അവർ സ്നേഹിക്കുന്ന ആളിനെ തൻ്റെ സാന്നിധ്യം അറിയിക്കാനൊക്കെ കഴിയും. അല്ലാതെ വേറെ എന്ത് കഴിവ്? അപ്പോൾ ആത്മാക്കളും ദൈവവും തമ്മിൽ വ്യത്യാസമുണ്ടാകില്ലല്ലോ. ആത്മാക്കളെ ആവാഹിക്കുകയാണ് ചെയ്യുന്നത്, മനുഷ്യരിൽ നിന്നും ഒഴിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ക്ഷേത്രം കെട്ടി പൂജ ചെയ്യുവല്ല. മീര ചിരിച്ചു. അപ്പോൾ താൻ മനുഷ്യനായതോ? എൻ്റെ തല പോയതോ? അരുൺ കെറുവോട് ചോദിച്ചു. ദേഷ്യം വന്നാൽ മനുഷ്യന്മാർ അസുരന്മാരാകില്ലേ? അതുപോലെ പ്രകോപിപ്പിച്ചാൽ പ്രതികരിക്കും, സ്വാഭാവികം. പിന്നെ ഈ രൂപം. മീര വീണ്ടും ചിരിച്ചു. ഞാൻ എവിടെയാണെന്ന് എനിക്കറിയില്ല. ദേഹം വെടിഞ്ഞ് പുറത്തു വന്നിട്ടും എങ്ങോട്ട് പോകണമെന്നറിയില്ല. ദേഹത്തോട് യാത്ര പറഞ്ഞേ ദേഹി പോകാറുള്ളൂ. അതിനെന്നെ എനിക്ക് കണ്ടെത്തണം, അല്ലാതെ സ്വർഗവാതിൽ കടക്കാൻ കഴിയില്ല, മീര പറഞ്ഞു. മേഡത്തിന് വിരോധമില്ലെങ്കിൽ ഈ വേഷം ഒന്ന് മാറാമോ? മനു ഭവ്യതയോട് ചോദിച്ചു. എന്തിന്? കിരൺ ചോദിച്ചു. ഈ വേഷം മാറിയാൽ തന്നെ ആളെ അധികം ശ്രദ്ധിക്കില്ല മുതലാളി. പിന്നെ മുടിയും മുഖവുമൊക്കെ അല്പം മാറ്റം വരുത്തിയാൽ മുതലാളിയെ വളയ്ക്കാനും എളുപ്പമാണ്. പിന്നെ കാര്യങ്ങൾ എളുപ്പമായില്ലേ? ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ മേഡം എവിടെയുണ്ടെന്ന് കണ്ടെത്താൻ കഴിയും, ഉറപ്പ്, മനു ഉറപ്പോടെ പറഞ്ഞു. അതൊരു നല്ല ഐഡിയയാണ്, കിരണും പറഞ്ഞു. തനിക്ക് കഴിയുമോ? അരുണും ചോദിച്ചു. നോക്കാം. അതും പറഞ്ഞ് മീര വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. കുരിശു വീട്ടിൽ തറവാട് മരണവീട് കണക്കെ മൗനമായി ഉറങ്ങിക്കിടന്നിരുന്നു. സമീരയുടെ പപ്പ ഡേവിഡ് ഭാര്യ സാറാമ്മയും സന്ധ്യാപ്രാർത്ഥനയിൽ മനമുരുകി വിതുമ്പി നിന്ന് കണ്ണീരൊഴുക്കുന്നു. ഡേവിഡിന്റെ 4 സഹോദരങ്ങളും അവരുടെ കുടുംബവും ഒപ്പമുണ്ട്. സമീരയുടെ 6 ഇച്ഛായമാരും കണ്ണു നിറഞ്ഞു തന്നെയാണ് നിൽപ്പ്. പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഡേവിഡിന്റെ ചേട്ടത്തി പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞുപോയി. അവർ മദാമയാണ്. അമേരിക്കയിലായിരുന്ന വിൻസെന്റ് പ്രണയിച്ച് വിവാഹം കഴിച്ച മെർലിൻ. എന്നതാ കൊച്ചേ? വിൻസെന്റ് അവരെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. അവർ ഒന്നും മിണ്ടാതെ അയാളുടെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്ന് കരഞ്ഞു. അതോടെ ആ നിമിഷം ദുഃഖത്തിന്റെ ആഴിയലകൾ എല്ലാവരിലും പുറത്തേക്ക് തള്ളി വന്നു. വർഗീസിന്റെ ഭാര്യ അനിത പ്രാർത്ഥന ചൊല്ലി അവസാനിപ്പിച്ച് സ്തുതി പറഞ്ഞു. എല്ലാവരും എഴുന്നേറ്റ് കുരിശു വരച്ചു. വല്യപ്പാപ്പ, ഇങ്ങനെ മിണ്ടാതിരുന്നാൽ ശരിയാകില്ല. കൊച്ചുപോയിട്ട് 2 ആഴ്ച കഴിഞ്ഞു. എത്ര ദൂരെ പോയാലും ഇത്രയും ദിവസമൊന്നും അവൾ നമ്മളെ വിട്ട് പോകാറില്ല. നാണക്കേടും കുടുംബത്തിന്റെ പേരും നോക്കിയിരുന്നാൽ കൊച്ചിനെ കിട്ടുമോ? നിങ്ങളൊക്കെ കരുതുന്ന പോലെ അവൾക്ക് അങ്ങനെ ഒരു പ്രേമമോ അടുപ്പമോ ആരോടുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം അവളത് വല്യപ്പാപ്പയുടെ തന്നെ പറഞ്ഞേനെ, അല്ലെങ്കിൽ ഞങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞേനെ. വിൻസെന്റിന്റെ മകൻ സംസാരത്തിന് തുടക്കം കുറിച്ചു. അതെ, അവൾക്ക് കിട്ടുന്ന ഓരോ ലവ് ലെറ്ററും നമ്മളെല്ലാം കൂടിയാണ് വായിച്ചിരുന്നത്. അത്രയും അടുപ്പം അവൾക്ക് നമ്മളോടുണ്ട്. ഒരു സീരിയസ് ബന്ധമുണ്ടായിരുന്നെങ്കിലും അതേ ധൈര്യത്തിൽ ഇതുപോലെ എല്ലാവരും കൂടിയിരിക്കുമ്പോൾ തന്നെ അവളത് പറഞ്ഞേനെ. ഇത് നിങ്ങളെല്ലാവരും കൂടി ഓരോന്ന് കൽപ്പിച്ചു കൂട്ടി ഒന്നും ചെയ്യാതെ വെറുതെ മറന്നു കളയാൻ പറഞ്ഞാൽ അവൾ പട്ടിയോ പൂച്ചയോ ഒന്നുമല്ല, ഞങ്ങളുടെ കൂടപ്പിറപ്പാ, വർഗീസിന്റെ മോനും പറഞ്ഞു. ഡേവിഡിന് ഒരു ചേട്ടനാണുള്ളത്, വിൻസെന്റ്. അയാൾ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ജോലി ചെയ്യുന്ന കാലത്ത് പ്രണയിച്ച് കെട്ടിയതാണ് മെർലിൻ എന്ന മദാമയെ. അവരുടെ നാട്ടിൽ വെച്ച് തന്നെ ചെറിയൊരു മിന്നുകെട്ട് നടത്തി മെർലിനെയും കൊണ്ട് നാട്ടിൽ വന്നതാണ് വിൻസെന്റ്. പിന്നെ മടങ്ങുന്നത് ക്രിസ്റ്റിക്ക് 1.5 വയസ്സായിട്ടാണ്. മെർലിന്റെ പപ്പയുടെ ബിസിനസ് നോക്കി നടത്തലായിരുന്നു വിൻസെന്റിന്റെ പ്രധാന ജോലി. അവരുടെ മമ്മയുടെ മരണശേഷം പപ്പ വേറെ വിവാഹം കഴിച്ചതോടെ മെർലിന് പപ്പയുമായുള്ള ബന്ധം അവസാനിച്ചു. അതോടെ അവർ നാട്ടിലേക്ക് തന്നെ വന്നു. പിന്നീട് മടങ്ങിയിട്ടേയില്ല. ഒറ്റ മകൻ ക്രിസ്റ്റി. വിൻസെന്റിന് താഴെ ഡേവിഡ്. അയാൾക്ക് താഴെ 3 പേര്: വർഗീസ്, തോമസ്, റീത്തമ്മ. തോമസ് പട്ടാളത്തിലായിരുന്നു. ഭാര്യ സുഹറ. അവരെന്നുവെച്ച് സ്കൂൾ കാലഘട്ടം മുതൽ പ്രണയമായിരുന്നു. മഞ്ഞുമല ഇടിഞ്ഞുണ്ടായ അപകടത്തിൽ അയാൾക്ക് ജീവൻ നഷ്ടമായിട്ട് 12 കൊല്ലങ്ങളായി. അവർക്കൊരു മകൻ മോബിൻ. വർഗീസ് ഡേവിഡിന്റെ കൂടെ ബിസിനസ് കാര്യങ്ങൾ നോക്കുന്നു. ഭാര്യ അനിത ഹിന്ദുവാണ്, കൂടെ പഠിച്ചത് തന്നെ. അവരുടെ പ്രണയത്തിന്റെ അടയാളമായി 2 ആൺമക്കൾ, ആദമും ആദിയും. ഇരട്ടകളാണ്. റീത്തമ്മ വിധവയാണ്. അവരുടെ ഭർത്താവ് ബിസിനസ് പരാജയം താങ്ങാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. 2 മക്കൾ, ജോബിയും ജാക്സണും. ഡേവിഡിന്റെ മകൾ സമീര. അവൾ ആകെ ഒരു പെൺതരിയേ ഉള്ളൂ കുരിശു വീട്ടുകാർക്ക്.
ഞങ്ങൾ ഞങ്ങളുടെ വഴിക്കൊന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ചു. എന്തായാലും നിങ്ങളാരും തടയാതിരുന്നാൽ മതി. പ്രായമായ പെണ്ണിനെ കാണാതെ പോയിട്ട് ഒളിച്ചോടിയതാണെന്ന് പറഞ്ഞ് കയ്യും കെട്ടി മിണ്ടാതിരിക്കാൻ വയ്യ. അവള് ഞങ്ങളുടെ പെങ്ങളാ, ഞങ്ങൾക്ക് അവളേ ഉള്ളൂ പെങ്ങളായിട്ട്, മോബിൻ പറഞ്ഞു. ബാക്കിയുള്ളവരും അതിനെ അനുകൂലിച്ചു. അവന്മാർ ആറും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആ സംസാരം വഷളാകാത്തതാണ് നല്ലതെന്ന് ഡേവിഡിന് തോന്നി. അവന്മാർ പോയിട്ട് വരട്ടെ ചായ. മീരമോൾ എവിടെ എങ്ങനെ കഴിയുന്നു എന്നെങ്കിലും അറിയാമല്ലോ നമുക്ക്, റീത്തമ്മയാണ് പറഞ്ഞത്. ഡേവിഡ് സാറയെ നോക്കി. ആ കണ്ണുകൾ ഒഴുകുവാണ്. ഞാനൊന്നും പറയുന്നില്ല, പോയി വരട്ടെ, അറിയാലോ എവിടെയാണെന്ന്. ഡേവിഡ് കൂടുതലൊന്നും പറയാതെ എഴുന്നേറ്റ് പോയി. മോള് വിളി നിർത്തിയപ്പോൾ തൊട്ട് അപ്പനിങ്ങനെ സ്വയം വലിഞ്ഞു നടക്കുകയാണ്. പഴയ ചിരിയോ സംസാരമോ ഇല്ല, എന്നാൽ വിഷമം പുറത്ത് കാട്ടുകയുമില്ല. മുതലാളി ഇന്നിനി വരുമെന്ന് തോന്നുന്നില്ല. രാത്രി ഇത്ര വൈകിയില്ലേ, ഇനി നാളെ നോക്കിയാൽ മതി, നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം, മനു ധൃതി കൂട്ടി. ശരിയാ, സമീര ഒന്നും പറയാതെ ഇറങ്ങിപ്പോയല്ലോ. അയാൾക്ക് താല്പര്യമുണ്ടാകില്ല, അതാണ് മിണ്ടാതെ പോയത്, അരുൺ പറഞ്ഞു. കിരൺ മൗനമായിരുന്നു. നീ എന്താ ഒന്നും മിണ്ടാത്തത്, അരുൺ ചോദിച്ചു. നമ്മളെങ്ങും എത്തുന്നില്ലല്ലോ. നീ നാളെ കൂടെ ലീവാക്കേണ്ടി വരും മിക്കവാറും. കിരൺ അരുണിനെ നോക്കി. ഞാനങ്ങ് റിസൈൻ ചെയ്യാടാ, വെറുതെ ലീവ് എടുത്ത് ബുദ്ധിമുട്ടുണ്ടല്ലോ. അരുണിന് ദേഷ്യം വന്നു. നീ ചൂടാവാതെ, നമുക്ക് നോക്കാം. കിരൺ പറഞ്ഞു കഴിഞ്ഞതും സമീര കയറി വന്നു. നിന്റെ മുതലാളി വരുന്നുണ്ട്, വേഗം റൂമിൽ നിന്ന് ഇറങ്ങിക്കോ, സമീര വന്ന പാട പറഞ്ഞു. മനു ഞെട്ടിപ്പോയി. അവന്റെ മുഖം വിളറി. പോയി, എന്റെ പണി പോയി, അവൻ സ്വയം പറഞ്ഞു. നീ വേഗം പൂട്ട്, ഞങ്ങൾ ഇറങ്ങി. കിരണും അരുണും പുറത്തിറങ്ങി. മനു വേഗം മുറി പൂട്ടി താക്കോലെടുത്ത് ധൃതിയിൽ താഴേക്കോടി. അരുൺ വേഗം അവരുടെ മുറി തുറന്ന് അകത്തേക്ക് കയറി. പിന്നാലെ കിരണും. അയാൾ നല്ല ഫിറ്റാ, നേരമെടുക്കും മുകളിലേക്ക് എത്താൻ. നിങ്ങളൊന്ന് ശ്രമിച്ചാൽ അയാളിൽ നിന്നറിയാം. ഞാനും കൂടി ഒന്ന് സൂപ്പിക്കാൻ നോക്കാം. എന്തേ, മീര ചോദിച്ചു. നടക്കുമോ? അരുണിന് സംശയം തോന്നി. അയാൾക്ക് പങ്കുണ്ടെന്ന് ഉറപ്പാണ്, അല്ലെങ്കിൽ ഇവിടെ വെച്ചൊരു തിരോധാനം ഉണ്ടാവില്ല ഇവർക്ക്. ഒന്ന് കുടഞ്ഞു നോക്കാം. കിരണിന് ത്രില്ലായി. അവൻ ഉത്സാഹത്തോടെ പറഞ്ഞു. നോക്കാം, അരുൺ മോളി പറഞ്ഞു. ഞാനല്ലടാ, അവനാ ആ ഷാജഹാൻ എല്ലാം ചെയ്തത്. ഞാനല്ലടാ മോനെ, അവനവരെ എന്ത് ചെയ്തെന്ന് എനിക്കറിയാമേല, അവനാ എല്ലാം ചെയ്തത്. മുതലാളി കുഴഞ്ഞ് സംസാരിച്ച് മനുവിന്റെ തോളിലൂടെ കൈയിട്ട് മുകളിലേക്ക് കയറി വന്നു. അരുണും കിരണും വാതിലിൽ ചെന്ന് നിന്ന് നോക്കി. അയാൾ ആടുന്നതിനോടൊപ്പം മനുവും ആടുന്നുണ്ട്. ആ മക്കളെ, നിങ്ങൾ കേൾക്കണം, ഞാൻ തിരുവനന്തപുരം അല്ലടാ, കൊല്ലംകാരനാ, ഭരണിക്കാവുകാരൻ. ഇവിടെ വന്നടിഞ്ഞപ്പോൾ ഞാനും തിരുവനന്തപുരമായി. അങ്ങനെ കൂട്ടായതാ ഷാജഹാനുമായി. അവൻ പന്നന, കണ്ണിൽ ചോരയില്ലാത്ത നായ. അയാൾ കുഴഞ്ഞ് മുറിക്ക് മുന്നിൽ നിന്ന് പറഞ്ഞു. അരുണും കിരണും പരസ്പരം നോക്കി. കിരൺ മനുവിനെ കണ്ണു കാണിച്ചു. അവൻ പതുക്കെ മുന്നോട്ട് നടന്നു. കിരണും കൂടി താങ്ങിക്കൊടുത്തു. അന്ന് അവനാടാ ആ പിള്ളേരെ കൊന്നത്, ഞാനല്ലടാ മക്കളെ. അവന്മാർ 3 പേരും ഒരുപോലെ നിന്നു, പരസ്പരം നോക്കി. തൂക്കടാ നിന്റെ മുതലാളിയെ, അരുൺ ഉറക്കെ പറഞ്ഞതും മനുവും കിരണും കൂടി ചേർന്ന് അയാളെ പൊക്കി. അരുൺ വേഗം മനുവിന്റെ പോക്കറ്റിൽ നിന്നും കീയെടുത്ത് വാതിൽ തുറന്നു. അവന്മാർ അകത്ത് കയറി കഥകടച്ചതും മീരയും ഉള്ളിലുണ്ടായിരുന്നു. താൻ കേട്ടോ, ഇയാൾ പറയും അന്ന് നടന്നത്, കിരൺ പറഞ്ഞു. മീര അയാളെ നോക്കി. അയാളുടെ തല കുഴഞ്ഞു തൂങ്ങിക്കിടക്കുന്നു. ഇയാൾ പറയില്ല, ഇപ്പോഴേ അയാൾക്ക് ബോധമില്ല. മീര പുച്ഛത്തോടെ അയാളെ നോക്കി. ഇന്നല്ലെങ്കിൽ നാളെ, സത്യം പറയാതെ ഇയാൾ നമ്മുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടില്ല. ഇത്രയും ദിവസം കാത്തില്ലേ, ഇനി ഈ രാത്രി കൂടി മതി, അരുൺ പറഞ്ഞു. മീര വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു. കുരിച്ചു വീട്ടിലെ ലാൻഡ് ഫോൺ തുടരെ ബെല്ലടിക്കുന്നു. ക്രിസ്റ്റിയാണ് ഫോൺ എടുത്തത്. ബെല്ലടിക്കുന്നത് കേട്ട് എല്ലാവരും ഹാളിലേക്ക് വന്നിരുന്നു. അപ്പോഴേക്കും, അതെ, കുരിച്ചു വീടാണ്. അല്ല, ഞാൻ ക്രിസ്റ്റി, ഡേവിഡിന്റെ ഇളയപ്പനാണ്. ക്രിസ്റ്റിയുടെ മറുപടിയിൽ തന്നെ അത് ഡേവിഡിനുള്ള കോളാണെന്ന് മനസ്സിലായി എല്ലാവർക്കും. അയാൾ വന്ന് റിസീവർ വാങ്ങി. അതെ, ഡേവിഡാണ്, നിങ്ങളാരാ? ഡേവിഡ് സംസാരിച്ചു തുടങ്ങിയപ്പോൾ മറ്റുള്ളവർ പിന്തിരിഞ്ഞു. എന്താ? ഡേവിഡിന്റെ ചോദ്യത്തിൽ കുരിശു വീടൊന്ന് കിടുങ്ങി. അകത്തേക്ക് പോയവരൊക്കെ പോയതിലും വേഗത്തിൽ മടങ്ങി വന്നു. ഡേവിഡ് റിസീവർ കയ്യിൽ പിടിച്ച് തളർന്നിരുന്നു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. കാര്യം എന്തെന്നറിയാതെ എല്ലാവരും പരിഭ്രമിച്ചു നിന്നു. മോബിൻ വേഗം വന്ന് അയാളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി. ഹലോ. അപ്പോഴേക്കും മറുതലക്കൽ ഫോൺ കട്ടായിരുന്നു. എന്താ ഇച്ചായ? സാറ ആവലാതിയോട് ഓടി വന്നു. എന്തെങ്കിലും പറ പപ്പ, ക്രിസ്റ്റിയും പറഞ്ഞു. മോനെ മീര, മോള് തിരുവനന്തപുരത്തുണ്ടെന്ന്, അവളെ ആരോ അപായപ്പെടുത്തിയതാ. വേഗം ചെന്നാൽ ജീവനോടെ കൊണ്ടുപോകാമെന്ന്, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ മാനം. കുരിശു വീട്ടിൽ കുടുംബത്തിന്റെ നാഥൻ ഡേവിഡ് ചങ്കുപൊട്ടി പറയുന്നത് കേട്ട് കൂടി നിന്നവരൊക്കെ ഞെട്ടി. അവളെ അന്വേഷിക്കാതിരുന്ന നിമിഷത്തെ ശപിച്ചുകൊണ്ട് മുതിർന്നവരൊക്കെ കണ്ണീരിലാഴ്ന്നു. ഞങ്ങൾ അന്നേരെ പറഞ്ഞതാണ് അവളെങ്ങനെ വല്ലവന്റെയും കൂടെ ഇറങ്ങിപ്പോകില്ല എന്ന്. ഒന്ന് തിരക്കാൻ സമ്മതിച്ചില്ല. കുടുംബത്തിന്റെ അഭിമാനം തേങ്ങാക്കൊല. ക്രിസ്റ്റി ബഹളം തുടങ്ങി. തിരുവനന്തപുരത്ത് എവിടെയാണെന്ന് പറഞ്ഞു? ആദമാണ് ചോദിച്ചത്. ഇല്ലടാ, സിറ്റിയിൽ തന്നെ എവിടെയോ ആണ്, അത് വഴിയെ അറിയിക്കാമെന്ന് പറഞ്ഞു. ഡേവിഡ് കണ്ണീരോടെ പറഞ്ഞു. അയാളാകെ തളർന്നിരുന്നു. എവിടെയായാലെന്താ, നമ്മുടെ കൊച്ചിനെ നമുക്ക് വേണം. വരുന്നടാ. മോബിന്റെ അലർച്ചയും അകത്തേക്കുള്ള പോക്കും കണ്ട് ചിന്തിച്ചു നിൽക്കാതെ എല്ലാവരും പിന്നാലെ പോയി. നിമിഷങ്ങൾക്കുള്ളിൽ അവന്മാർ റെഡിയായി വന്ന വണ്ടിയും എടുത്തിറങ്ങി. കുരിശുവീടിന്റെ മുറ്റം കിടന്ന ബ്ലാക്ക് ബൊലേറോ പായുമ്പോൾ നെഞ്ചിൽ വിങ്ങുന്ന വേദനയുമായ ആ കുടുംബം മൊത്തം പ്രാർത്ഥനയോടെ കൈകൾ കൂപ്പി. ഈ പാഴ്ത്തടിക്ക് കാവൽ നിന്ന് ഉറക്കം കളയുന്ന നേരത്ത് വേറെന്തെങ്കിലും വഴി നോക്കാമായിരുന്നു.
നീ ഇങ്ങനെ ഫോണും തോണ്ടിയിരിക്കാതെ പോലീസ് ബുദ്ധി കൊണ്ട് ചിന്തിക്കേ. അരുണിന് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. മനുവിന് ഉറക്കം തൂങ്ങുന്നുണ്ട്. മീരയെ കാണാനില്ല. ഞാൻ പിന്നെന്ത് വേണം? എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതെ എവിടെയാണെന്ന് വെച്ചാൽ അന്വേഷിക്കേണ്ടത്. ഉരുത്തിവെന്ന് പറഞ്ഞു എന്നെ കണ്ടുപിടിച്ച് തായെന്ന്. എന്നാൽ അവളുടെ ഓർമ്മയിൽ ഒന്നുമില്ല താനും. പ്രേതമാണത്രേ പ്രേതം. അവള് ചത്തില്ലായിരുന്നെങ്കിൽ അവളെ ഞാൻ തന്നെ കൊന്നേനെ. കിരൺ പറയുന്നത് കേട്ട് മനു ചിരിച്ചു. രണ്ടുപേർക്കും ആ കൊച്ചിനെ പേടിയില്ലെന്ന് വരുത്തി തീർക്കാൻ എന്തൊക്കെ കേൾക്കണം ഭഗവാനെ. സിനിമയിലേക്ക് കണ്ടിട്ടുള്ളൂ പ്രേതം. എക്സ്പീരിയൻസ് വെച്ച് എന്തെങ്കിലും ഐഡിയ നോക്കിയാലോ? മനു ചോദിച്ചു. എന്ത് ഐഡിയ? അരുൺ മനുവിനെ നോക്കി. ആ ഷാജഹാനെ ഒന്ന് പേടിപ്പിച്ച് നോക്കിയാൽ പോരെ? മീരമേടത്തിനെ അവനിവിടെ കൊണ്ടുവരാൻ പുല്ലുപോലെ പറ്റുമല്ലോ. പേടിയില്ലാത്ത മനുഷ്യരുണ്ടോ? അയാളെ കൊന്നൊരു പെണ്ണ് നേരിൽ വന്നു നിന്നാൽ ഭയക്കാതിരിക്കുമോ? അന്നേരം അയാൾ ഈ മുതലാളിയെ വിളിക്കും. ഉറപ്പാ, മനു പറഞ്ഞു. അരുണും കിരണും പരസ്പരം നോക്കി. മീര സമ്മതിക്കുമോ? കിരൺ അരുണിനോട് ചോദിച്ചു. അത് ഞാൻ ചെയ്തോളാം. ആവശ്യക്കാരി ഞാനാണല്ലോ. മീരയുടെ ശബ്ദം കേട്ടെങ്കിലും ആളെ കണ്ടില്ല. അന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് ക്വാർട്ടേഴ്സിൽ വന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഷാജഹാൻ. പുറത്ത് മഴയ്ക്കുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നു. അടുത്തെവിടെയോ ഇടിമുഴങ്ങുന്നു. മിന്നൽ പിണരുകൾ ജനൽപ്പാളിയിലൂടെ മുറിയിൽ മിന്നിമറയുന്നു. തണുത്ത കാറ്റ് വീശുന്നു. തുറന്നു കിടന്ന ജനലുകൾ ശക്തിയായി വന്നടിക്കാൻ തുടങ്ങിയപ്പോൾ ഷാജഹാൻ കൈയെത്തി ജനൽ വലിച്ചടച്ചു. എന്നു തുടങ്ങിയ മഴയാ, ഇതിനൊരു അന്ത്യമില്ലേ? ഹോ! അയാൾ പറഞ്ഞു കഴിഞ്ഞതും കറണ്ട് പോയി. ഓഫ്! പെട്ടെന്ന് തിരിഞ്ഞ് അയാളുടെ കാൽ കട്ടിലിന്റെ കാലിൽ തട്ടി വേദനിച്ചു. അയാൾ ടേബിളിൽ കൈകൊണ്ട് വരുതി മൊബൈൽ കൈകൊണ്ടെടുത്ത് ടോർച്ച് ഓണാക്കി. യൂണിഫോം പാൻസും ഇന്നർ ബനിയനും ധരിച്ച് ഹാളിലേക്ക് ഇറങ്ങി. മെയിൻ ഡോറിന്റെ അടുത്തായി ആരോ നിൽക്കുന്നത് പോലെ. കർട്ടന്റെ മറവിലാണെങ്കിലും പിന്നിൽ മിന്നലിന്റെ വെളിച്ചത്തിൽ അയാൾ ആ രൂപം നന്നായി കണ്ടു. ടോർച്ച് അവിടേക്കടിച്ചപ്പോൾ ആ രൂപം പതുങ്ങുന്നത് പോലെ. ആരാത്? അയാൾ കടുപ്പത്തിൽ തന്നെ ചോദിച്ചു. മറുപടി ഉണ്ടായില്ല. ചോദിച്ചത് കേട്ടില്ലേ? ആരാണെന്ന്? അയാൾ അല്പം കൂടി അടുത്തേക്ക് നീങ്ങി നിന്നു. അപ്പോഴും മറുപടി കിട്ടിയില്ല. ഷാജഹാൻ ദേഷ്യത്തോടെ കർട്ടന്റെ ഇടയിൽ നിന്നും അവരെ വലിച്ചു പുറത്തേക്ക് നിർത്തി. മഴയിൽ കുതിർന്ന് ഭയന്ന് വിറച്ച് നിൽക്കുന്നൊരു പെണ്ണ്. അവളുടെ സൗന്ദര്യം കണ്ട് അയാൾ വാ തുറന്നുപോയി. തലമുടിയിൽ നിന്നും ഉതിർന്നിറങ്ങുന്ന വെള്ളത്തുള്ളികൾ മുഖമാകെ ചിത്രം വരയ്ക്കുന്നു. അവളുടെ ഇളം പിങ്ക് നിറമുള്ള അതരത്തിലും ഉയർന്നു താഴുന്ന നനഞ്ഞ മാറിലും അയാൾ കൊതിയോടെ നോക്കി. നീ ഏതാ? ഇവിടെ എങ്ങനെ വന്നു? അവളുടെ അഴകളവുകൾ നോക്കി നുണഞ്ഞുകൊണ്ട് അയാൾ ചോദിച്ചു. ഞാൻ ഇവിടുന്ന് കുറച്ച് പോകണം എൻ്റെ വീട്ടിലേക്ക്. അങ്ങോട്ടുള്ള വഴി തിരഞ്ഞപ്പോൾ ആരൊക്കെയോ ചേർന്ന് എന്നെ പിടിക്കാൻ വന്നു. 2-3 പേരുണ്ടായിരുന്നു. മഴയും രാത്രിയുമല്ലേ, റോഡ് വിജനമായിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് തിരിഞ്ഞോടി വരുമ്പോഴാ പോലീസ് ജീപ്പ് ഈ വീട്ടിലേക്ക് കയറുന്നത് കണ്ടത്. അതാ ഇങ്ങോട്ടേക്ക് ഓടിക്കയറിയത്. അവൾ വിക്കി പറഞ്ഞു. ആരാ നിന്നെ പിടിക്കാൻ വന്നത്? അറിയാമോ അവരെ? അയാൾ ചോദിച്ചു. ഇല്ല, ഇടയ്ക്ക് ആ വഴിയരികിലിരുന്ന് വെള്ളമടിക്കുന്നത് കണ്ടിട്ടുണ്ട്. ചൂളമടിച്ചും കമന്റ് പറഞ്ഞും കളിയാക്കാറുണ്ട്. അല്ലാതെ പരിചയമില്ല, അവൾ പറഞ്ഞു. മഴ പെയ്തില്ലല്ലോ, പിന്നെ എങ്ങനെ നീ നനഞ്ഞത്? അയാൾ ഡോറ് തുറന്ന് പുറത്തേക്ക് ടോർച്ച് ആകെയൊന്ന് അടിച്ചു നോക്കി. ഞാൻ വന്നപ്പോൾ പെയ്യുമായിരുന്നു, തോർന്നതാവും. അവൾ പറഞ്ഞത് ശരിയാണെന്ന് തോന്നി അയാൾക്ക്. മുറ്റം നനഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്നിനി ഇവിടെ കൂടാം. എനിക്കൊരു കൂട്ടില്ലാതെ വിഷമിക്കുകയായിരുന്നു ഞാൻ. നീ ആ മുറിയിലേക്ക് ചെന്ന് വേഷം മാറിക്കോ. ഇവിടെ പെണ്ണും പിടക്കോഴിയുമൊന്നുമില്ല. അതിലെന്റെ ഷർട്ടോ മുണ്ടോ കാണും. ഞാനൊന്ന് കുളിച്ചു വരാം. അയാൾ അകത്ത് നിന്ന് കതകടച്ച് കുറ്റിയിട്ടു. താക്കോൽ കൊണ്ടുകൂടി ലോക്ക് ചെയ്തു. എന്നിട്ട് താക്കോൽ കയ്യിൽ വെച്ചു. അവൾ മെല്ലെ തലയാട്ടി. അയാൾ ടോർച്ച് തെളിയിച്ച് TV സ്റ്റാൻഡിലിരുന്ന മെഴുകുതിരി കണ്ടുപിടിച്ചു. അതിനടുത്തായി തീപ്പെട്ടിയും ഉണ്ടായിരുന്നു. ഇത് കത്തിച്ചോ. അയാളത് അവളെ ഏൽപ്പിച്ച് മുറിയിലേക്ക് നടന്നു. അവൾ മെഴുകുതിരി കത്തിച്ച് മുന്നോട്ട് നീട്ടിപ്പിടിച്ചു. ഇരുട്ട് മാറി വെളിച്ചം നിറഞ്ഞപ്പോൾ മുറിയിലേക്കുള്ള വഴി തെളിഞ്ഞു. കയ്യിൽ കരുതി കത്തിച്ചു വെച്ച മെഴുകുതിരിയുമായി അവൾ അയാൾ കാണിച്ച മുറിയിലേക്ക് നടന്നു. കുളിച്ചു ഫ്രഷായി വലിയ സന്തോഷത്തിൽ ഷാജഹാൻ ബാത്റൂമിൽ നിന്നിറങ്ങി വന്നു. തല തോർത്ത് വിരിച്ചിട്ട് പൗഡറും സ്പ്രേയും കൊണ്ട് ശരീരം പൊതിഞ്ഞ ഡ്രസ്സിട്ടു. അപ്പോഴേക്കും കറണ്ട് വന്നിരുന്നു. പുറത്ത് ശക്തമായി മഴ പെയ്തു തുടങ്ങി. അയാൾ റൂമിലെ മിനി ഫ്രിഡ്ജിൽ നിന്നൊരു സോഡ എടുത്തു. കബോർഡിലിരുന്ന് കുടിച്ച പകുതിയാക്കിയ ബോട്ടിലും അതിനൊപ്പം ഇരുന്ന ഗ്ലാസും എടുത്ത് പുറത്തേക്ക് വന്നു. ഹാളിൽ ആരും ഉണ്ടായിരുന്നില്ല. അയാൾ അടഞ്ഞു കിടക്കുന്ന മുറിയുടെ വാതിലിലേക്ക് നോക്കി. ആരായാലെന്താ, നമുക്ക് കാര്യം നടന്നാൽ മതി. അയാൾ സോഫയിലേക്ക് ഇരുന്ന് TV ഓണാക്കി. അല്പസമയം കടന്നുപോയി. എന്നിട്ടും ആ റൂമിന്റെ വാതിൽ തുറന്നില്ല. അയാൾ പതിയെ എഴുന്നേറ്റ് അടഞ്ഞു കിടന്ന വാതിലിന്റെ അടുത്തേക്ക് ചെന്ന് തട്ടാനായി കൈ ഉയർത്തി. പിന്നെ വേണ്ടെന്ന് വെച്ച് കൈ പിൻവലിച്ചു. പതിയെ വാതിൽ പിന്നിലേക്ക് തള്ളിയതും അത് തുറന്നു വന്നു. അയാൾ കൈ അകത്തേക്കിട്ട് വാതിലിനോട് ചേർന്ന ഭിത്തിയിലേക്ക് ലൈറ്റ് ഓണാക്കി. ഷാജഹാൻ ഒരു നിമിഷം പകച്ചുപോയി. അതിൻ്റെ ഉള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല. അയാൾ ടേബിളിൽ ഒടിഞ്ഞു കിടക്കുന്ന മെഴുകുതിരിയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ തനിക്ക് പിന്നിലാരോ നിൽക്കുന്നത് പോലെ തോന്നി. സാർ ഇവിടെ നിൽക്കുവാണോ? ഞാൻ എവിടേക്കാ നോക്കി. ആ ശബ്ദത്തിന് വല്ലാത്ത കാഠിന്യമുണ്ടായിരുന്നു. അതൊരു പുരുഷന്റെ ശബ്ദത്തോളം പരുക്കനായിരുന്നു. ഷാജഹാൻ തിരിഞ്ഞു നോക്കി. ആ പെണ്ണ് കൺമുന്നിൽ നിൽക്കുന്നു. അവളുടെ ശബ്ദത്തിന് ഇത്ര കട്ടിയുണ്ടായിരുന്നില്ലെന്ന് അയാൾ ഓർത്തു. നീ എങ്ങനെ പുറത്തുപോയി? ഞാനിവിടെ ഇരിക്കുമായിരുന്നല്ലോ. അയാൾ ടീപ്പോയിലിരിക്കുന്ന ഒഴിഞ്ഞ കുപ്പിയിലേക്ക് മദ്യം കുടിച്ച് ബാക്കിയിരുന്ന ഗ്ലാസ്സിലേക്ക് നോക്കി പറഞ്ഞു. സാർ കുളിക്കാൻ കയറിയപ്പോൾ ഞാൻ ഇറങ്ങി. ഈ മുറിയിൽ വേഷം മാറാൻ ഒന്നും കണ്ടില്ല. പിന്നെ ഉടുത്തിരുന്ന വേഷം തന്നെ ഊരി പിഴിഞ്ഞെടുത്തു.
അടുക്കളയിൽ കയറി നോക്കിയതാണ് കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന്. നന്നായി വിശക്കുന്നുണ്ട്, അവൾ സ്വാഭാവികതയോടെ പറഞ്ഞു. ഷാജഹാൻ അവളെ ഒന്ന് ആകമാനം നോക്കി. ഇട്ടിരിക്കുന്ന വേഷം ഉണങ്ങിയിട്ടുണ്ട്. ഇത്ര വേഗം നനവ് ഉണങ്ങിയെന്ന് അയാൾ ഓർത്തു. നീ വാ, വല്ലതും കഴിക്കാം. അയാൾ പിന്തിരിഞ്ഞു. അവൾ അയാളെ അനുഗമിച്ചു. കറണ്ട് വന്നിരുന്നു. ഞാൻ മദ്യപിക്കാറില്ല. ടീപ്പോയിലിരിക്കുന്ന മദ്യക്കുപ്പി കണ്ട് അവൾ പറഞ്ഞു. അയാളൊന്ന് ചിരിച്ചു. ഇത് നിനക്കല്ല. ആ മുറിയിൽ എൻ്റെ ബാഗിൻ്റെ അടുത്തൊരു കവറുണ്ട്. അതിൽ 2 പേർക്കുള്ള ഭക്ഷണം ഉണ്ടാവും. അതിങ്ങെടുത്തോ. അടുക്കളയിൽ നിന്നും 2 പ്ലേറ്റും കുറച്ച് വെള്ളവും. അയാൾ സോഫയിലേക്കിരുന്നു. അവൾ അയാളെ ഒന്ന് നോക്കിയിട്ട് മുറിയിലേക്ക് നടന്നു. അവൾ മുറിയിലേക്ക് കയറിയതും ഗ്ലാസ്സിലിരുന്ന മദ്യം വായിലേക്ക് ഒഴിച്ചുകൊണ്ട് അയാൾ എഴുന്നേറ്റു. ഫ്രണ്ട് ഡോർ അടച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തി അയാൾ ആ മുറിയിലേക്ക് ചെന്നു. അവളെവിടെ ഉണ്ടായിരുന്നില്ല. അയാൾക്ക് അതിശയം തോന്നി. അകത്തേക്ക് പോയ പെണ്ണ് മാഞ്ഞുപോയോ? അവൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുമില്ല. സാർ ഇവിടെ നിൽക്കുവാണോ? വരൂ, കഴിക്കാം, എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. തൊട്ടു പിന്നിൽ നിന്നും ശബ്ദം കേട്ടപ്പോൾ ഷാജഹാൻ ശരിക്കും ഞെട്ടിപ്പോയി. ആരാ നീ? ഷാജഹാന്റെ സ്വരം വിറച്ചിരുന്നു. ഒരു പൊട്ടിച്ചിരിയായിരുന്നു അവളുടെ മറുപടി. ഞാനൊരു പെണ്ണ്, പേര് സമീര. അവൾ അയാൾക്ക് ചുറ്റും മെല്ലെ ഒന്ന് നടന്നു. ഇത്രയും വെളിച്ചത്തിൽ എന്നെ കണ്ടിട്ടും സാറിന് മനസ്സിലായില്ലെങ്കിൽ അന്ന് സാറിന്റെ മുഖത്തേക്ക് നോക്കിയിട്ടേ ഇല്ല എന്ന് വേണം കരുതാൻ. അവൾ അല്പം കൊഞ്ചലോടെയും നാണത്തോടെയും പറഞ്ഞു. എന്ന് അതിന് നമ്മൾ തമ്മിൽ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഷാജഹാന് ആകാംക്ഷയായി. ഉണ്ടോന്നോ? ഉണ്ടല്ലോ, കാണേണ്ട രീതിയിൽ തന്നെയാ കണ്ടിട്ടുള്ളത്. അന്നല്ലേ സാറിനെ കൊന്നത്? സമീര പറഞ്ഞതും ഷാജഹാൻ ഞെട്ടിവിറച്ച് പിന്നോട്ട് മാറി. എന്ത്? അയാൾ ചോദിച്ചു. അതേടാ, ഞാനാ അത്. നീയൊക്കെ കടിച്ചു കീറി കൊന്നുകളഞ്ഞ പെണ്ണ്. മീര അവളുടെ ഒഴിവരിച്ച രൂപത്തിൽ അയാൾക്ക് മുന്നിൽ നിന്നതും ഷാജഹാൻ മൂക്കുപൊത്തി പിന്നോട്ട് വീണുപോയി. അസഹനീയമായ ദുർഗന്ധം അവിടെയാകെ നിറഞ്ഞു. അവളുടെ മുഖത്തേക്കോ ശരീരത്തിലേക്കോ നോക്കാൻ കഴിയാതെ അയാൾ ഓക്കാനിച്ചു തുടങ്ങി. അയാളുടെ കുടല് പോലും പുറത്തു വരുമെന്ന് അയാൾക്ക് തോന്നി. അവസാനം വായിൽ നിന്നും പോകുന്നതിൽ രക്തമയം കണ്ടു തുടങ്ങി. അയാളൊന്ന് ഓക്കെയായി. നിവർന്നിരിക്കാൻ കഴിയാതെ ശരീരം കുഴഞ്ഞു വന്നു. തല നിവർത്താൻ കഴിഞ്ഞില്ലെങ്കിലും അവളുടെ കാലുകളിലേക്കൊന്ന് നോക്കി. അവൾ നിന്നിടം ശൂന്യമായിരുന്നു. അയാൾ ഞെട്ടി ചുറ്റും നോക്കി. പതിയെ ഭിത്തിയിൽ പിടിച്ചെഴുന്നേറ്റ് അയാൾ തലയ്ക്ക് കൈകൊടുത്തു. നടന്നതൊക്കെ സ്വപ്നമാണോ സത്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അയാൾ കണ്ണുകൾ കൊണ്ട് ചുറ്റും പരതി ഹാളിലേക്ക് നടന്നു. ഈ രാത്രിയിൽ ഇതെങ്ങോട്ടാണെന്ന് വെച്ച് ചായ നമ്മൾ പോകുന്നത്? ഇതിപ്പോൾ ടൗണിൽ തന്നെ കിടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറായി. മോബിൻ പറഞ്ഞത് കേട്ട് ക്രിസ്റ്റി വണ്ടി ഒതുക്കി നിർത്തി. ആദമും ആദിയും ഉറക്കത്തിൽ നിന്നും ഉണർന്ന് ചുറ്റും നോക്കി. ജോബിയും മോബിയും വണ്ടിയിൽ നിന്നിറങ്ങി. ജാക്സൺ കുപ്പിയിലെ വെള്ളമെടുത്ത് വിൻഡോയിലൂടെ മുഖമൊന്ന് കഴുകി. മണി 9 നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ ചായ, വിശക്കുന്നു. ആദി മൂരി നിവർത്തി. ആദമും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. എന്നാലും നമ്മുടെ കൊച്ചു ഇവിടെ ഉണ്ടായിട്ട്. ക്രിസ്റ്റിയുടെ സ്വരമിടറി. ബാക്കി 5 പേരും ഒരു നിമിഷം മൗനമായി പരസ്പരം നോക്കി. അവൾ തെറ്റ് ചെയ്യില്ലെന്ന് ഉറപ്പായിട്ടും അപ്പന്മാരുടെയും അമ്മച്ചിമാരുടെയും അഭിപ്രായത്തോട് നമ്മൾ മൗനമായി അനുകൂലിച്ചു. അതാണ് നമ്മൾ ചെയ്ത തെറ്റ്. അവൾ ഒരുത്തൻ്റെ കൂടെ പോയി എന്ന് നമ്മളും മനസ്സുകൊണ്ട് അംഗീകരിച്ചു. സിനിമയിലൊക്കെ കാണുന്ന പോലെ അവളുമായുള്ള കോണ്ടാക്ട് നിന്നപ്പോൾ തന്നെ അവളെ ഇതുപോലെ അന്വേഷിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ നമുക്കിങ്ങനെ ഇരുട്ടിൽ തപ്പി നടക്കേണ്ടി വരില്ലായിരുന്നു. അവൾ തന്നെ കരുതും അവളുടെ ഇച്ഛായമാർക്ക് പോലും അവളെ വേണ്ടാതായെന്ന്. ജാക്സൺ റോഡിലേക്ക് നോക്കി നിന്ന് പറഞ്ഞു. ആദ്യം അവന്റെ ചുമലിൽ പിടിച്ചു. അവൾക്കൊന്നുമില്ലടോ, സ്വയം നോക്കാനൊക്കെ അവൾക്കറിയാം. ഇതാരോ നമ്മളെ പേടിപ്പിക്കാൻ. മോബിന്റെ സ്വരമിടറി. ആഹാരമൊക്കെ അവളെ കണ്ടിട്ട് കഴിക്കാം, എങ്കിലേ ഇറങ്ങൂ. ജോബി ഫോൺ എടുത്ത് നോക്കി. വല്യപ്പാപ്പ വിളിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടി കാണുമോ? അവൻ തിരിച്ചു കോൾ കൊടുത്തു. ക്രിസ്റ്റി, നീ സംസാരിക്കേ, നിന്നോട് അവരൊന്നും വിളിക്കില്ല, ജാക്സൺ പറഞ്ഞു. ആദ്യം ജോബിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ക്രിസ്റ്റിക്ക് കൊടുത്തു. ആ പാപ്പ, ക്രിസ്റ്റിയ, എന്തെങ്കിലും വിവരമുണ്ടോ? പിന്നെ കോൾ വല്ലതും വന്നോ? അവൻ ചോദിച്ചു. പിന്നീടുള്ളതിനൊക്കെ അവൻ മൂളിയാണ് മറുപടി പറഞ്ഞത്. കോൾ കട്ടാക്കി അവൻ സഹോദരങ്ങളെ നോക്കി. എന്താ ഇച്ചായ? ആദം ചോദിച്ചു. എല്ലാവരും ക്രിസ്റ്റിയെ നോക്കി നിൽക്കുകയാണ്. അവൾ ഇവിടെ തന്നെയുണ്ട്, മയൂര ലോഡ്ജ്, തമ്പാനൂർ. അവനത് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കിയതും മറ്റുള്ളവരും ആ ബോർഡ് കണ്ടു. മങ്ങിയ വെളിച്ചത്തിൽ തിളങ്ങുന്ന അക്ഷരങ്ങൾ. അവരുടെ കണ്ണുകൾ തിളങ്ങി. കർത്താവ് കൂടെയുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കിവിടെ നിർത്താൻ തോന്നില്ല. ആദി കുരിശു വരച്ചു. ക്രിസ്റ്റി നിറ കണ്ണുകളോടെ ആ ബോർഡിലേക്ക് നോക്കി. മയൂര ലോഡ്ജ്. അവൻ ആ പേര് ഒന്നുകൂടി വായിച്ചുകൊണ്ട് വണ്ടിയിലേക്ക് കയറി. ഷാജഹാൻ വീട് പോലും പൂട്ടാതെ വെപ്രാളപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടി. ഡ്രൈവ് ചെയ്യാൻ ഭയം തോന്നി. ശരീരമാകെ വിറയ്ക്കുകയാണ്. അയാൾ പോലീസ് ജീപ്പ് എടുക്കാതെ സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ബൈക്കുമായി ലോഡ്ജിലേക്ക് പാഞ്ഞു. ചന്ദ്രചൂഡനെ വിളിച്ച് സംസാരിക്കുന്നതിലും നല്ലത് നേരിൽ കാണുന്നതാണെന്ന് അയാൾക്ക് തോന്നി. ലോഡ്ജിന്റെ എൻട്രൻസിൽ ബൈക്ക് നിർത്തി ഇറങ്ങിയതും തൊട്ടു പിന്നിൽ ഒരു ബൊലേറോ വന്നു നിന്നു. അതിൽ നിന്ന് നല്ല ഉയരവും അതിനൊത്ത വണ്ണവുമുള്ള 6 ചെറുപ്പക്കാർ ഡോർ തുറന്നിറങ്ങി. ഷാജഹാൻ ഒരു നിമിഷം അവരെ ഒന്ന് നോക്കിയിട്ട് ധൃതിയിൽ അകത്തേക്ക് ഓടിക്കയറി. മനു റിസപ്ഷനിലുണ്ടായിരുന്നില്ല. ഷാജഹാൻ നേരെ മുകളിലത്തെ മുറിയിലേക്ക് ഓടി. ചെറുപ്പക്കാർ 6 പേരും റിസപ്ഷന്റെ മുന്നിൽ വന്നു നിന്നു. അവിടെ ആരെയും കാണാത്തതുകൊണ്ട് അവർ ഡെസ്കിൽ തട്ടിയും ശബ്ദമുണ്ടാക്കിയും വിളിച്ചു നോക്കി. കുറച്ചുനേരം പരസ്പരം നോക്കി നിന്ന് അവർ മുകളിലേക്ക് കയറാൻ പോയതും മനു ഇറങ്ങി വരുന്നത് കണ്ടു. സോറി സാർ, ഇവിടുത്തെ സ്റ്റാഫ് ലീവാണ്.
മുകളിലൊരു അത്യാവശ്യം വന്ന് വിളിച്ചു. ഞാൻ അങ്ങോട്ടൊന്ന് പോയി, സോറി. അവൻ വേഗം രജിസ്റ്റർ എടുത്തു. ക്രിസ്റ്റിയാണ് മുന്നിൽ നിന്നത്. അവൻ മറ്റുള്ളവരെ ഒന്ന് നോക്കിയിട്ട് മനുവിനോട് സംസാരിക്കാൻ തുടങ്ങി. ഞങ്ങൾ വന്നത് റൂം എടുക്കാനല്ല, ക്രിസ്റ്റി പറഞ്ഞു. പിന്നെ? മനു അവരെ ഒന്ന് നോക്കിയിട്ട് ചോദിച്ചു. ഞങ്ങൾ പെങ്ങളെ തിരക്കി വന്നതാണ്. അവൾ മിസ്സിംഗ് ആണ്. സൈബർ സെല്ല് വഴി നോക്കിയപ്പോൾ ലാസ്റ്റ് സിഗ്നൽ കാണിച്ചത് ഈ ലോഡ്ജിലാണ്. അതാണ് ഇവിടേക്ക് വന്നത്, അവൻ പറഞ്ഞു. മനു മുകളിലേക്ക് നോട്ടം വായിച്ചു. ഇവിടെ ഫാമിലീസാണ് കൂടുതലും വരാറുള്ളത്. അങ്ങനൊരു മിസ്സിംഗ്. അവനും ഭയം തോന്നി. ഒരു കുരുക്കഴിക്കാൻ പാടുപെടുന്നു. അപ്പോഴാണ് അടുത്തതും. ഇതാണ് കുട്ടി. താൻ ഇവളെ കണ്ടിട്ടുണ്ടോ? മോബിൻ ഫോണിൽ അവളുടെ ഫോട്ടോ ഉയർത്തിക്കാട്ടിയതും മനു ഞെട്ടി. മീര, സമീര മേഡമല്ലേ ഇത്? പെട്ടെന്നുള്ള ഞെട്ടലിൽ അറിയാതെ മനു അത് ചോദിച്ചു പോയി. അവർ ആരുപേരും മനുവിനെ നോക്കി. തനിക്കറിയാമോ സമീരയെ? ആദ്യമാണ് ചോദിച്ചത്. അതെനിക്ക് ഞാൻ മനു നിന്ന് പരിങ്ങി. തൂക്കടാവനെ. ക്രിസ്റ്റി പറയേണ്ട താമസം അനിയന്മാർ അവനെ റിസപ്ഷനിൽ നിന്നും തൂക്കി വെളിയിലേക്കിട്ടു. സത്യം പറയടാ, അവൾക്ക് എന്താ പറ്റിയേ? നീയൊക്കെ കൂടി അവൾ എന്താ ചെയ്തേ? സത്യം പറഞ്ഞില്ലേ നീ ഇനി 2 കാലിൽ നിവർന്നു നിൽക്കില്ല. ജാക്സൺ അവന്റെ കോളറിൽ കുത്തിപ്പിടിച്ച് വലിച്ചുയർത്തി. ആദിയും മോബിനും അവനെ പിന്നിൽ കൂടി പൂട്ടി. ജിജോയും ആദമും ഇപ്പോൾ ഇടിക്കുമെന്ന മട്ടിൽ മുഷ്ടി ചുരുട്ടി അവന്റെ മുഖത്തിന് നേരെ പിടിച്ചു. എന്നെ ഒന്നും ചെയ്യില്ല ചേട്ടന്മാരെ. ഇതേപോലെ വന്ന 2 ചേട്ടന്മാരുടെ മുകളിലത്തെ റൂമിൽ. അവരുടെ കൂടെ സമീര മേഡവും. ബാക്കിയൊക്കെ നിങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതാവും നല്ലത്. ഞാൻ പറയുന്നത് എന്തായാലും നിങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. മനു കൈകൂപ്പി നിന്ന് പറഞ്ഞു. അവനിപ്പോൾ കരയുമെന്ന് തോന്നി അവന്മാർക്ക്. ഏതാടാ റൂം നമ്പർ? ക്രിസ്റ്റി മുന്നോട്ട് വന്നു. 13, മുകളിൽ അങ്ങേയറ്റത്തെ മുറി. മനു പറഞ്ഞു കഴിഞ്ഞതും അവനെ പിന്നിലേക്ക് തള്ളി അവന്മാർ 6 മുകളിലേക്ക് ഓടിക്കയറി. അടി വരുന്ന ഒരു വഴികളെ മനു എഴുന്നേറ്റ് ഷർട്ട് നേരെ വലിച്ചിട്ടു. അവരോട് ഈ മുകളിലേക്ക് ചെല്ലുമ്പോൾ ഇടനാഴി വിജനമായിരുന്നു. ചാരിയിരുന്ന 13-ാം നമ്പർ മുറി തള്ളി തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ അവരുടെ എല്ലാം ഉള്ളു കിടന്ന് പിടച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ റൂമിൽ അരുണും കിരണും മാത്രമാണ് ഉണ്ടായിരുന്നത്. വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറുന്ന 6 കണ്ടപ്പോൾ അരുണും കിരണും ഒരുപോലെ ഞെട്ടി. അവസാനം റൂമിൽ കയറിയ ക്രിസ്റ്റി വാതിലടച്ച് കുറ്റിയിട്ടു. ആരാ, എന്താ? അരുൺ വെപ്രാളപ്പെട്ട് ചോദിച്ചു. സമീര അവർക്കൊപ്പം കണ്ണു നിറച്ച് നിൽക്കുന്നത് കിരൺ കണ്ടു. എന്റെ സഹോദരങ്ങളാ, ഇച്ചായന്മാരും അനിയന്മാരും, അവൾ പതിയെ പറഞ്ഞു. അരുണും കിരണും അവളെ നോക്കി. ആഹാ, മീരയുടെ ബ്രോസാണോ? വരവും നിൽപ്പുമൊക്കെ കണ്ടപ്പോൾ ഞങ്ങളൊന്ന് ഭയന്നുപോയി, കിരൺ ആശ്വാസത്തോടെ പറഞ്ഞു. അവർ 6 പേരും പരസ്പരം നോക്കി. നിങ്ങൾക്കെങ്ങനെ മനസ്സിലായി ഞങ്ങൾ മീരയുടെ ബ്രദേഴ്സാണെന്ന്? മോബിൻ അതിശയത്തോട് ചോദിച്ചു. അത് അരുൺ പറയാൻ പോയതും കിരൺ തടഞ്ഞു. അവൻ മീരയെ നോക്കി. അരുണും അവളെ നോക്കി. അവൾ കണ്ണു നിറഞ്ഞ് നോക്കി നിൽക്കുന്നുണ്ട്. പറയടാ, അവൾ എന്തേ? നിങ്ങൾ അവളെ എന്താ ചെയ്തേ? ജാക്സൺ വന്ന് കിരണിന്റെ കോളറിൽ പിടിച്ചു മുറുക്കി. താൻ എന്താ ഈ കാണിക്കുന്ന? വിടാൻ. കിരൺ അവന്റെ കൈ തട്ടി മാറ്റി. ഞങ്ങളുടെ ഒരേ ഒരു പെങ്ങളാ അവള്. അവൾ ഇവിടെയുണ്ടെന്ന് താഴെ നിൽക്കുന്ന ചെറുക്കൻ പറഞ്ഞു. നിങ്ങൾ അവളെ എങ്ങോട്ടാ മാറ്റിയത്? പറ. ക്രിസ്റ്റി അലറിക്കൊണ്ടുവന്ന അവന്മാരെ 2 പിന്നിലേക്ക് തള്ളി. അരുണും കിരണും കട്ടിലേക്ക് വീണുപോയി. അവളെ ഞങ്ങളുടെ കൈവെള്ളയിൽ വെച്ച് നടന്നതാ. ഒരു പെണ്ണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്താൽ അവൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്നാണോ അതിന്റെ വിചാരം? ജാക്സൺ അലറിക്കൊണ്ട് കിരണിന്റെ കവളിൽ തട്ടിയതും കിരൺ കയറി അവന്റെ കയ്യിൽ പിടിച്ചു. നീയൊക്കെ എന്തറിഞ്ഞിട്ടാടാ ഈ കിടന്ന് കുരയ്ക്കുന്നത്? കൈവെള്ളയിൽ വെച്ചുകൊണ്ട് നടന്ന പെങ്ങളെ കാണാതായിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടാണോ ചേട്ടന്മാർക്ക് ഓർമ്മ വന്നത്? കാണാതെ ആയപ്പോഴേ ഇതുപോലെ വാളും പരിചയമായി ഇറങ്ങിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് അവളെ ജീവനോടെയെങ്കിലും കിട്ടിയനെ. ഇപ്പോൾ ബോഡി എവിടെയാണെന്ന് പോലും അറിയാത്ത ഒരുത്തിക്ക് വേണ്ടി കിടന്ന് പോരെടുക്കാൻ നടക്കുന്നു ആങ്ങളമാര്. കിരൺ വെട്ടി തുറന്ന് പറഞ്ഞത് കേട്ട് കുരിശു വീട്ടിലെ 6 ആൺതൂണുകളും നടുങ്ങിപ്പോയി. അത് കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ ഞെട്ടിത്തെരിച്ചു നിന്നു. നീ എന്താ പറഞ്ഞേ? ക്രിസ്റ്റി കിരണിന്റെ തോളിൽ പിടിച്ചു കുലുക്കി. അതെ, സത്യമാ പറഞ്ഞത്. അവൾ ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. പക്ഷെ അവളുടെ ബോഡി എവിടെയാണെന്ന് അവൾക്ക് പോലും അറിയില്ല. 2 ദിവസമായിട്ട് ഞങ്ങളതിന്റെ അന്വേഷണത്തിലാ. ഇവിടെ തന്നെ ഉണ്ട്. അതറിയണമെങ്കിൽ അവന്മാരെ ഇവിടെ കിട്ടണം. ഇന്ന് രാത്രിയിലേക്ക് ഞങ്ങളൊരു കെണി ഒരുക്കി വച്ചിരിക്കുക. അതിൽ കുരുങ്ങിയാൽ അവന്മാരെ കൊണ്ട് തന്നെ പറയിക്കാമെന്നാ കരുതുന്നത്, കിരൺ പതിയെ പറഞ്ഞു. എന്താ നിങ്ങൾ പറയുന്നത്? അവളപ്പോ? ആദം ചോദിച്ചു. മീര. എല്ലാവരും ഒന്ന് നോക്കിയിട്ട് അരുൺ പതിയെ വിളിച്ചു. അരുണിനും കിരണിനും നടുവിലായി നിൽക്കുന്ന മീരയുടെ രൂപം 6 ആങ്ങളമാർക്ക് മുന്നിൽ തെളിഞ്ഞു വന്നു. കൺമുന്നിൽ കണ്ടത് വിശ്വസിക്കാൻ കഴിയാതെ, സത്യം എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ അവർ കണ്ണുമിഴിച്ച് നിന്നുപോയി. എടോ ചന്ദ്ര, താനെവിടെയാ? അത്യാവശ്യമായിട്ട് താനെന്ന് ലോഡ്ജിലേക്ക് വാ. കാര്യമൊക്കെ വന്നിട്ട് പറയാം. ഞാൻ 14-ലുണ്ട്. ഷാജഹാൻ ഫോണെടുത്ത് ചന്ദ്രചൂഡനെ വിളിച്ചു പറഞ്ഞു. അയാളുടെ ഫോണിൽ നിന്നും തിരിച്ചു വിളിച്ചില്ലെങ്കിലും ഷാജഹാൻ കോൾ എടുക്കാതെ കട്ടാക്കി കട്ടിലേക്ക് മലർന്നു കിടന്നു. അന്ന് കുറച്ചു മുമ്പ് തന്റെ വീട്ടിൽ അരങ്ങേറിയ രംഗങ്ങൾ അയാളുടെ കൺമുന്നിലെ സീലിംഗിൽ അയാൾ കാണാമെന്ന് തോന്നി. അയാൾ നോക്കിക്കിടക്കിയ തനിക്ക് മുകളിൽ കറങ്ങുന്ന ഫാനിൽ ആരോ തൂങ്ങി നിൽക്കുന്നത് പോലെ തോന്നി. ഷാജഹാൻ ഞെട്ടി എഴുന്നേൽക്കാൻ പോയതും അയാൾക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. അയാളുടെ കൈകാലുകൾ ആരോ ബന്ധിച്ചതുപോലെ, കൈകളുടെ സ്ഥാനത്ത് 2 അസ്ഥികൾ കിടക്കുന്നത് പോലെ. ഷാജഹാൻ ആകെ വിയർത്തു കുളിച്ചു. ശ്വാസമെടുക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടി. കൺമുന്നിൽ കിടന്നാടുന്ന കാലുകളിൽ വെളുത്ത പുഴു നുരയ്ക്കുന്നത് കണ്ടപ്പോൾ അയാൾ അലറി വിളിച്ചു. എന്നാൽ ശബ്ദം തൊണ്ടയിൽ തന്നെ കുടുങ്ങിക്കിടന്നു.
അതിരൂക്ഷമായ ദുർഗന്ധം വന്ന അയാളുടെ മൂക്കിനെ തുളച്ചുകൊണ്ട് കടന്നുപോയി. അയാൾക്ക് മൂക്ക് പൊത്താൻ കഴിയാതെ ഛർദ്ദിക്കാൻ വന്നു. അയാൾ കിടന്ന് പിടഞ്ഞു. പെട്ടെന്നാണ് കതകിൽ ശക്തിയായി ആരോ തട്ടിയത്. അയാൾ ഞെട്ടി കണ്ണുകൾ തുറന്നതും കൺമുന്നിൽ കറങ്ങുന്ന ഫാനും കട്ടിലിൽ മലർന്നു കിടക്കുന്ന താനും മാത്രമായി മുറിയിൽ. അയാൾ പെട്ടെന്ന് എഴുന്നേറ്റ് കൈകൾ രണ്ടും നോക്കി. മുകളിൽ ഫാനിലേക്ക് നോക്കി. എല്ലാം പഴയതുപോലെ തന്നെ. എല്ലാം തന്റെ തോന്നലാവാം. അയാൾ മനസ്സിൽ കരുതിക്കൊണ്ട് എഴുന്നേറ്റതും വീണ്ടും കതകിൽ തട്ടുന്ന ശബ്ദം. അയാൾ എഴുന്നേറ്റ് വാതിലിന്റെ അടുത്തേക്ക് ചെന്നു. വിറയ്ക്കുന്ന കൈകളോടെയാണ് അയാൾ കതക് തുറന്നത്. മുന്നിൽ മനുവായിരുന്നു. സാർ വന്നത് ഞാൻ കണ്ടില്ല, ലൈറ്റ് കണ്ടുകൊണ്ട് വിളിച്ചതാ, മനു പറഞ്ഞു. ഷാജഹാൻ തിരിഞ്ഞു നോക്കിയാണ് നിൽക്കുന്നത്. അയാൾ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നു. നിന്റെ മുതലാളി വന്നോ? അയാൾ ചോദിച്ചു. മുതലാളി ഇവിടെയുണ്ടല്ലോ, വൈകിട്ട് വന്നതാ, പിന്നെ മടങ്ങിയില്ല, 13-ലുണ്ട്. അവൻ തിരിഞ്ഞ് ഓപ്പോസിറ്റ് അടഞ്ഞു കിടക്കുന്ന മുറിയിലേക്ക് നോക്കി. ഒന്നാ മോൻ, എന്നിട്ടാണോ ഞാൻ വിളിച്ചിട്ട് ഇതുവരെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാത്തത്? നീ മാറണ മുന്നീന്ന്. മനുവിനെ പിന്നിലോട്ട് തള്ളിയിട്ട് ഷാജഹാൻ 13-ാം നമ്പർ മുറി തുറന്ന് അകത്തേക്ക് കയറി വാതിലടച്ചു. പിന്നിൽ മനു ചിരിച്ചുകൊണ്ട് റൂം നമ്പർ 12-ലേക്ക് കയറി വാതിലടച്ചു. അകത്ത് കയറി വാതിലടച്ച ഷാജഹാൻ മുറിയിലെ ഇരുട്ട് കണ്ടൊന്ന് ഭയന്നു. ഇയാളിത് ഇരുട്ടത്ത് എന്ത് ചെയ്യുക? ഷാജഹാൻ പിറുപുറത്തുകൊണ്ട് സ്വിച്ച് ബോർഡിൽ വിരൽ പരിധി ലൈറ്റിട്ടു. എന്നാൽ ലൈറ്റ് തെളിഞ്ഞില്ല. എല്ലാ സ്വിച്ചുകളും ഓണാക്കിയും ഓഫാക്കിയും അയാൾ പലതവണ നോക്കിയെങ്കിലും അവിടെ ലൈറ്റോ ഫാനോ ഓണായില്ല. കർട്ടൻ മാറിക്കിടക്കുന്ന ജനലിൽ കൂടി പുറത്തു നിന്നുള്ള പ്രകാശം കടന്നു വരുന്നുണ്ട്. അയാൾ വാതിലിലേക്ക് നോക്കി. അത് അടഞ്ഞു കിടക്കുന്നു. താൻ കതക് അടച്ചിരുന്നില്ലല്ലോ. കതകിന്റെ വിടവിൽ കൂടി പുറത്തെ വരാന്തയിൽ കത്തി നിൽക്കുന്ന ട്യൂബിന്റെ വെളിച്ചം കാണാം. അപ്പോൾ ഈ മുറിയിൽ മാത്രമാണ് കറന്റ് ഇല്ലാത്തത്. ഷാജഹാൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. ആരോ ആ മുറിയിലുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. ഷാജ ശ്വാസമെടുക്കാൻ പോലും ഭയപ്പെട്ടു. അയാൾ നോക്കി നിൽക്കിയ ജനലിലൂടെ വരുന്ന പ്രകാശത്തിന് മുന്നിലൂടെ ഒന്നൊന്നായി മനുഷ്യരൂപങ്ങൾ നടന്നു മറയുന്നത് കണ്ടു. അരണ്ട വെളിച്ചത്തിലും അയാൾ 8 പേരെയും കൃത്യമായി എണ്ണിയെടുത്തു. അയാളുടെ സകല നാഡീ ഞരമ്പുകളും ത്രസിച്ചു. രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിന്നു. ശരീരം ഭയത്തിൽ മുങ്ങി വെട്ടിവിറച്ചു. പിന്തിരിയാൻ ഭയം തോന്നി. നീ വന്നു അല്ലേ? അതിലൊരാൾ ചോദിച്ചു. ഷാജഹാൻ വിറച്ചുകൊണ്ട് പിന്നോട്ട് വലിഞ്ഞു. നിന്റെ കൂട്ടുകാരൻ നേരത്തെ വന്നു, ദേ കിടക്കുന്നു. കട്ടിലിന്റെ സൈഡിലായി നിലത്ത് ചുരുണ്ടുകൂടി കിടക്കുന്ന ചന്ദ്രചൂടനെ അപ്പോഴാണ് അയാൾ കണ്ടത്. അയാളുടെ വെളുത്ത ജുബ്ബ മാത്രമാണ് തെളിഞ്ഞു കാണുന്നത്. നീ വരുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അവളെവിടെ? ആ ചോദ്യം അയാളുടെ കാതുകളെ തുളച്ചു. അയാൾക്ക് മുന്നിൽ നിന്നിരുന്ന രൂപങ്ങൾ അയാൾക്ക് നേരെ നടന്നെടുത്തു. എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ പറയാം. അപ്പോഴേക്കും മുറിയിലെ ലൈറ്റ് തെളിഞ്ഞു. ഫാൻ ഫുൾ സ്പീഡിൽ കറങ്ങാൻ തുടങ്ങി. അവിടെ നിന്നിരുന്ന 8 ചെറുപ്പക്കാരെയും മാറി മാറി നോക്കിക്കൊണ്ട് അയാൾ ഉമിനീരിറക്കി. ഇത്രയും പേര് ആ മുറിയിൽ ഉണ്ടായിരുന്നു എന്ന് അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അയാൾ മടിച്ചു നിൽക്കാതെ സംഭവിച്ചതൊക്കെ പറയാൻ തുടങ്ങി. അന്നൊരു മഴയുള്ള രാത്രിയായിരുന്നു. നീങ്ങു വാടാ, നമുക്കിവിടെ കൂടാമെന്നും പറഞ്ഞ് ചന്ദ്രചൂടൻ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. അന്നെൻ്റെ ജീപ്പ് ഓടിച്ചിരുന്നത് CPO കുര്യച്ചനാണ്. അയാളെ റിസപ്ഷനിലിരുത്തി ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഇവനടിച്ച് പാതി ബോധത്തിൽ കിടക്കുമായിരുന്നു. കസാരയിൽ ഉറങ്ങിയിരുന്ന ഇവനെ പിടിച്ച് കട്ടിലിൽ കിടത്തി കതകം ചാരിയിട്ട് ഞാൻ എൻ്റെ റൂമിലേക്ക് പോയി. വേഷം മാറിയൊന്ന് കുളിച്ചു വന്നപ്പോഴാണ് കുര്യച്ചൻ വിളിച്ചു പറഞ്ഞത് ഒരു കിളി വന്നിട്ടുണ്ടെന്ന്. ചന്ദ്രൻ വിളിച്ചു വരുത്തിയ ഒരു പെണ്ണ് ആ നേരത്താണ് അവനെ തിരക്കി വന്നത്. ഞാൻ അവനെ എൻ്റെ റൂമിലേക്ക് കയറ്റി. അവളോടൊപ്പം കഴിയുന്ന നേരത്താണ് ആ പെണ്ണും ചെറുക്കനും വരുന്നത്. അന്നേരം ഭയങ്കര മഴയായിരുന്നു പുറത്ത്. അവർക്ക് റൂം കൊടുക്കാനൊന്നും ഒഴിവുണ്ടായിരുന്നില്ല. അന്ന് ഇവിടെ എന്തോ ആഘോഷമുള്ള ദിവസമായതിനാൽ റൂംസ് എല്ലാം ഫുള്ളായിരുന്നു. എന്നെ വിളിച്ചു ചോദിച്ചപ്പോൾ ഞാനാണ് പറഞ്ഞത് 13 കൊടുക്കാൻ. എൻ്റെ ആവശ്യം കഴിഞ്ഞ് കൂടെ ഉണ്ടായിരുന്നവളെ പറഞ്ഞുവിട്ട് ഞാനും താഴേക്ക് ചെന്നു. സമയം അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. അപ്പോൾ കുര്യച്ചൻ പറഞ്ഞു വന്നതൊരു കിളുന്ത് പെണ്ണാണെന്ന്. കൂടെയുള്ള ചെക്കൻ ഭർത്താവാണെന്ന് തോന്നുന്നില്ല എന്നൊക്കെ. ഉള്ളിൽ കിടക്കുന്ന ലഹരിയും അയാൾ പറഞ്ഞു കൊതിപ്പിച്ച പെണ്ണിന്റെ രൂപവും തലയിൽ നിറഞ്ഞപ്പോൾ ഞാൻ വേഗം മേളിലേക്ക് കയറിപ്പോന്നു. എന്നെ കൂടെ പരിഗണിക്കുക സാറേ എന്ന് താഴേന്ന് അയാൾ വിളിച്ചു പറയുന്നത് കേട്ടു. ഇവിടെ വന്ന് വാതിൽ തട്ടിയപ്പോൾ തുറന്നത് അവനാണ്. ആ പെണ്ണ് കട്ടിലിൽ കിടക്കുമായിരുന്നു. അവന്റെ മുഖത്തേക്ക് ക്ലോറോഫോം ചേർത്ത മിശ്രിതം സ്പ്രേ ചെയ്തു. അതെപ്പോഴും എൻ്റെ പോക്കറ്റിൽ ഉണ്ടാവാറുണ്ട്. എന്നെ എതിർക്കുന്ന പെണ്ണുങ്ങളെ കീഴ്പ്പെടുത്താനെടുക്കുന്ന അവസാനത്തെ ആയുധമാണത്. അത് കണ്ടുകൊണ്ടാണ് പെണ്ണ് എനിക്ക് നേരെ വന്നത്. അവളുടെ കരണം നോക്കിയൊന്ന് പൊട്ടിച്ചു. അവൾക്ക് നേരെയും സ്പ്രേ അടിച്ചു. അവൾ പിന്നിലേക്ക് മലർന്നടിച്ച് വീണു. ബോധം പോയെന്ന് കണ്ടപ്പോൾ വാതിൽക്ക് വീണ് കിടക്കുന്നവനെ എടുത്ത് എൻ്റെ മുറിയിൽ കൊണ്ടുപോയി കിടത്തി മുറിയിൽ ലോക്ക് ചെയ്തു. തിരികെ വന്ന് ഈ വെറും നിലത്തിട്ട് അവളെ ഞാൻ. കട്ടിലിൽ കിടന്ന ചന്ദ്രനും അന്നേരമാണ് ബോധം തെളിയുന്നത്. എൻ്റെ പരാക്രമം കണ്ട അയാൾക്കും അവളെ വേണമെന്ന് പറഞ്ഞു. അവൾക്ക് ബോധം തെളിയുന്നത് കണ്ടതും ഞാൻ അവളെ വലിച്ച് കട്ടിലേക്ക് ഇട്ടു. പിന്നെ ചന്ദ്രന്റെ ഊഴമായിരുന്നു. എങ്കിലും അയാളോടൊപ്പം ഞാനും ചേർന്നു. ഞങ്ങൾ അവളെ ഇട്ട് എഴുന്നേൽക്കുമ്പോൾ അവൾ പാതി മയക്കത്തിലെന്ന പോലെ ഞെരിവിരി കൊള്ളുന്നത് കണ്ടു. കുര്യച്ചൻ ഫോൺ വന്നപ്പോൾ അയാളോടും കയറി വരാൻ പറഞ്ഞു. ഞങ്ങൾ 2 ആണുങ്ങളും അയാൾക്ക് മുന്നിൽ ഒന്നുമല്ലെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു അയാളുടെ ഇടപെടൽ. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും അവളെ വേണമെന്ന് തോന്നി. അയാൾ എഴുന്നേറ്റതും ഞാനാണ് ആദ്യം അതിന് മുന്നോട്ട് ചെന്നത്. ആദ്യത്തെ അത്ര ആവേശം ഉണ്ടായില്ല രണ്ടാമത്. പക്ഷെ അപ്പോഴേക്കും അവളുടെ ജീവൻ. അയാൾ തല താഴ്ത്തി. ആരുടെയോ ചവിട്ടുകൊണ്ട് അയാൾ തെറിച്ചു വീണു.
ഞങ്ങളുടെ ഒരേ ഒരു പെങ്ങളെയാടാ നീയൊക്കെ കൂടി കടിച്ചു കീറിയത്. ക്രിസ്റ്റിയുടെ അലർച്ചയിൽ ആ ഹോട്ടലൊന്ന് കുടുങ്ങിയെന്ന് തോന്നി. മോനെ, ഒരു മുത്തശ്ശിക്കഥ പറയുന്ന ലാഘവത്തിൽ നീ പറഞ്ഞു നിർത്തിയത് ഞങ്ങളുടെ സ്വന്തം ചോരയുടെ ജീവനെടുത്ത കഥയോടാ. മോബിനും ക്രിസ്റ്റിയും കൂടി അയാളെ കുതിരെ തല്ലി പദം വരുത്തി. മറ്റുള്ളവർ പലയിടത്തായി നിന്ന് കരയുകയാണ് പോലും. അരുണും കിരണും ആരെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ നിന്നു. മതിയടാ, അയാൾ ചത്തുപോകും, ഇനിയുമുണ്ട് നമുക്കറിയാൻ. കിരൺ ചെന്ന് രണ്ടുപേരെയും പിടിച്ചു മാറ്റി. ഷാജഹാനാകെ അവശനായിരുന്നു അപ്പോഴേക്കും. പറയടോ, അവനെ പിന്നെ എന്തു ചെയ്തു? അരുൺ ചോദിച്ചു. അവളുടെ മരണം ഉറപ്പുവരുത്തിയപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും ഭയമായി. എന്ത് ചെയ്യണമെന്നറിയാൻ ചന്ദ്രൻ എന്നെ നോക്കി. അപ്പോഴാണ് കൂടെയുള്ളവന്റെ കാര്യം കുര്യച്ചൻ ഓർമ്മിപ്പിച്ചത്. ഞാൻ വേഗം എൻ്റെ മുറിയിലേക്ക് പോയി. അവനെപ്പോഴും മഴക്കത്തിൽ തന്നെയാണ്. ഞാനും കുര്യച്ചനും കൂടി അവനെയും ഇവിടേക്ക് കൊണ്ടുവന്നു. കമിതാക്കൾ ലോഡ്ജ് മുറിയിൽ ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. എന്നാൽ അതിന് കഴിഞ്ഞില്ല. ആ പയ്യൻ അപ്പോഴേക്കും ബോധം വന്നു. അവൻ ബഹളമുണ്ടാക്കി ഞങ്ങൾക്ക് നേരെ വന്നു. പിന്നൊന്നും നോക്കിയില്ല. അവനെ ഞങ്ങൾ 2 പേരും ചേർന്ന് കീഴ്പ്പെടുത്തി. കഴുത്തിൽ തോർത്തു മുറുക്കിയാണ് അവനെ തീർത്തത്. എന്നാൽ അവൾക്കൊപ്പം എടുത്തു കിടത്തുമ്പോൾ അവനിൽ ജീവനുണ്ടെന്ന് കണ്ടപ്പോൾ ചന്ദ്രൻ പഴയൊരു മുണ്ടിൽ അവനെ ഈ ഫാനിൽ കെട്ടിത്തൂക്കി. മരിച്ചെന്നുറപ്പായപ്പോഴാണ് കുര്യച്ചൻ താഴെ എടുത്ത് കിടത്തിയത്. അയാളൊന്ന് നിർത്തി. എവിടെയാ മറവ് ചെയ്തേ? കണ്ണീരൊഴുകുന്ന സഹോദരന്മാരെ ഒന്ന് നോക്കിയിട്ട് ജാക്സൺ ചോദിച്ചു. ഇവിടെ ഈ മുറിയിൽ തന്നെ. അയാൾ പറഞ്ഞത് കേട്ട് എല്ലാവരും ഞെട്ടി പരസ്പരം നോക്കി. ഇവിടെയോ? എവിടെ? കിരൺ ചോദിച്ചു. അരുൺ ചുറ്റും കണ്ണോടിച്ചു. അടികൊണ്ട് ഞെരങ്ങുന്ന ചന്ദ്രചൂടന്റെ ശബ്ദം മുറിയിലെ നിശബ്ദതയെ ഭേദിക്കുന്നുണ്ട്. ഷാജഹാൻ ആ മുറിയിൽ കിടക്കുന്ന കട്ടിലിന് നേരെ കൈ ചൂണ്ടി. കട്ടിലിരിക്കുന്നവർ ഞെട്ടി എഴുന്നേറ്റു. എല്ലാവരും കട്ടിലേക്ക് നോക്കി. സാധാരണ ഒരു പഴയ കട്ടിൽ. ആർക്കും അതിൽ പുതുമ തോന്നിയില്ല. എവിടെയാണെന്ന് വെച്ചാൽ പൊറയുടെ നാറി. കിരൺ ഷാജഹാന്റെ മുഖമടച്ചൊന്നു കൊടുത്തു. സഹോദരങ്ങൾ 6 പേരും ചലിക്കാൻ കഴിയാതെ സ്തംഭിച്ചു നിൽക്കുകയാണ്. അയാൾ വീണ്ടും കട്ടിലിന്റെ നേരെ കൈ ചൂണ്ടി. നോക്കി നിൽക്കാതെ വലിച്ചു പൊക്കടാ. അരുൺ അലറിയതും കിരൺ വന്ന് കട്ടിലിന്റെ കാൽഭാഗം പിടിച്ചു. 2 പേരും കൂടി കട്ടിലിൽ പിടിച്ചു പൊക്കി. ജനലോരം ചേർത്ത് ചെരിച്ചു വെച്ചതും അതിനിടയിലിരുന്ന 5 അടിയോളം നീളം വരുന്ന ഇരുമ്പ് പെട്ടി കണ്ടു. അവന്മാർ പരസ്പരം നോക്കി. മീര, മോളെ. ആരുടെയോ കണ്ണീരിൽ കുതിർന്ന് വിളികേട്ട് അതുവരെ മറഞ്ഞു നിന്നിരുന്ന മീരയും അവർക്ക് മുന്നിൽ വന്നു നിന്നു. തറയിലെ ടൈൽസ് ഇളകി മാറ്റി അരയടിയോളം തറ പൊളിച്ചാണ് ആ പെട്ടി അവിടെ വച്ചിരിക്കുന്നത്. വിറയ്ക്കുന്ന കൈകളോടെ കിരൺ പെട്ടിയുടെ താഴിൽ പിടിച്ചുകൊണ്ട് മീരയെ നോക്കി. അവളൊന്ന് തറപ്പിച്ചു നോക്കിയതും ആ താഴ് താനെ തുറന്നു വന്നു. കിരണിന്റെ ഒപ്പം അരുണും പെട്ടിയുടെ മൂടി വലിച്ചു തുറന്നു. അസഹ്യമായ ദുർഗന്ധം ഫോർമാലിന്റെ സ്മെല്ലിനോട് കൂടിക്കലർന്ന് പുറത്തേക്ക് വന്നു. എല്ലാവരും ഒരേപോലെ മൂക്കുപൊത്തി. അരുണും കിരണും പിന്നോട്ട് മാറി. കട്ടിയുള്ള പ്ലാസ്റ്റിക്കിൽ വരിഞ്ഞുകെട്ടി ഒടിഞ്ഞു ചുരുണ്ട് കിടക്കുന്ന 2 ശരീരങ്ങൾ. സ്ത്രീ ശരീരം നഗ്നമാണ്. ശരീരത്തിനെ കാർന്നു തിന്നിരുന്ന ചെറിയ വെളുത്ത പുഴുക്കൾ കവറിലും പെട്ടിയിലുമൊക്കെ നിറഞ്ഞു നുരയുന്നുണ്ട്. എല്ലാവരും വാപൊത്തി കരയുകയാണ്. കിരണും അരുണും നിറ കണ്ണുകളോടെ പരസ്പരം നോക്കി. മീര കാണുകയായിരുന്നു അവളുടെ ഇന്നത്തെ അവസ്ഥ. ശരീരം ഭൂരിഭാഗവും പുഴുവിന് ആഹാരമായിരിക്കുന്നു. തന്റെ മനോഹരമായ മുഖവും ഉടലും അസ്ഥി തെളിഞ്ഞ് വികൃതമായിരിക്കുന്നു. അവൾക്കത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. അവൾ തിരിഞ്ഞു നോക്കിയതും 6 സഹോദരന്മാർക്കൊപ്പം അരുണും കിരണും പോലും ഭയന്ന് പിന്നോട്ട് മാറിപ്പോയി. ചോര പോലെ ചുവന്നു വന്ന കണ്ണുകളിൽ തീയെരിയുന്നത് പോലെ തോന്നിയവർക്ക്. നിന്റെ കുര്യച്ചനെ പരലോകത്തേക്ക് അയച്ചിട്ടാണ് ഞാൻ വന്നത്. അവനാ എൻ്റെ ജീവനെടുത്തത്. അവന്റെ ജീവനും അതുപോലെ പിടഞ്ഞു പോകുന്നത് കണ്ട് സന്തോഷിച്ചിട്ടാ ഞാൻ വന്നത്. ഇനി നീയാ. വന്യമായ അവളുടെ ശബ്ദം മുറിയിൽ പ്രകമ്പനം കണ്ടു. ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് തന്നെ ഷാജഹാന്റെ കഴുത്തിലൊരു കുരുക്ക് വന്ന് മുറുകി. അതയാളെ ഉയർത്തിക്കൊണ്ടുപോയി ഫാനിൽ ബന്ധിച്ചു. അയാളുടെ ശരീരം കിടന്ന് പിടയുന്നത് നോക്കി എല്ലാവരും നിന്നു. നിമിഷങ്ങൾ വേണ്ടി വന്നില്ല. അയാളുടെ കഴുത്തിലെ അസ്ഥികൾ നുറുങ്ങുന്ന ശബ്ദത്തോടൊപ്പം അയാളുടെ ചലനവും നിലച്ചുപോയി. മീര ചന്ദ്രചൂടനെ നോക്കിയപ്പോൾ അയാൾ ഭയന്ന് കണ്ണു തുറപ്പിച്ചിരിക്കുകയാണ്. അയാളുടെ വായിൽ തിരികിയ തുണി അനങ്ങുന്നുണ്ട്. അയാളെന്തോ പറയാൻ ശ്രമിക്കുന്നു. നീയും എന്നെ വെറുതെ വിട്ടിട്ടില്ലടാ നായേ. അവൾ കൈ നീട്ടിയതും അയാൾ ആരോ എടുത്തെറിഞ്ഞതുപോലെ ബാത്റൂം ഡോറ് തുറന്ന് അകത്തേക്ക് പോയി. അവർ നോക്കി നിൽക്കെ അയാളുടെ 2 കൈകളുടെയും റിസ്റ്റുകൾക്ക് മുറിവുണ്ടായി. ഞരമ്പ് കട്ടായി ചോര ചീറ്റി ഒഴുകാൻ തുടങ്ങി. ബാത്റൂമിന്റെ വാതിൽ വന്നടഞ്ഞ് ഉള്ളിൽ ഉളുത്തു വീഴുന്ന ശബ്ദം കേട്ടു. മീര സഹോദരങ്ങളെ നോക്കി. ഞാനും മിലനും ജീവിതത്തിൽ ഒന്നാവാൻ കഴിഞ്ഞില്ല. കണ്ടില്ലേ, എന്റെ മരണത്തിനും എനിക്കൊപ്പമുണ്ടവൻ. അവളുടെ ചുണ്ടിൽ പുഞ്ചിരിയായിരുന്നു. പപ്പ അറിയണ്ട, മമ്മയും അറിയണ്ട, ആരും ഒന്നും അറിയണ്ട. തന്റെ സഹോദരങ്ങളെ നോക്കി അത്രമാത്രം പറഞ്ഞു. ഇനിയുണ്ടാവില്ല പുഴുവിന്റെ ശല്യം. കിരണ്ണയും അരുണയും നോക്കി അത്രമാത്രം. എവിടേക്കാന്നറിയാതെ അവൾ മാഞ്ഞു പോകുന്നത് അവർ നോക്കി നിന്നു. പിറ്റേന്ന് രാവിലെ ആളൊഴിഞ്ഞ സ്ഥലത്തെ കാട് പിടിച്ചു കിടക്കുന്ന ഗോഡൌണിലായിരുന്നു അവർ. മിലനെയും മീരയെയും ദഹിപ്പിച്ചു. വലിയൊരു കുഴിയെടുത്താണ് ചിതയൊരുക്കിയത്. കനലുകൾ കെട്ടപ്പോൾ മണ്ണിട്ട് മൂടി അതിനു മീതെ പഴയ പാട്ടകൾ ഇരുന്നതുപോലെ തന്നെ അടുക്കി വച്ചു. ആരും അറിയണ്ട, ഒന്നും അറിയണ്ട. നമ്മുടെ മീരമോള് മിലന്റെ കൂടെ നാട് വിട്ടു.
കുരിശു വീട്ടിൽ എല്ലാവരും അറിയേണ്ടത് ഇങ്ങനെയാവണം. അവൾ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിച്ച് കഴിയട്ടെ പാവങ്ങള്. ക്രിസ്റ്റിയുടെ സ്വരം നേർത്തിരുന്നു. മിലന്റെ പപ്പയോട് പറയണ്ടേ? അദ്ദേഹം ഒരു അഡ്വക്കേറ്റാണ്. നുണ പറഞ്ഞു നിൽക്കാൻ പ്രയാസമാണ്. അരുൺ പതിയെ പറഞ്ഞു. വേണ്ട, അവരും ഈ കഥയിൽ വിശ്വസിക്കട്ടെ. അച്ഛനും അമ്മയും ജീവിച്ചിരിക്കെ മക്കൾക്ക് മരണം സംഭവിച്ചാൽ പിന്നീടുള്ള അവരുടെ ജീവിതം മരണതുല്യമായിരിക്കും. എന്നെങ്കിലും വരുമെന്ന പ്രതീക്ഷയിൽ അവർ ജീവിക്കട്ടെ. ആദിയാണ് പറഞ്ഞത്. കണ്ണീര് തോരാതെ 6 പേരും തിരികെ വണ്ടിയുടെ അടുത്തേക്ക് നടന്നു. ഞങ്ങളെ ചതിച്ച് നാട് വിട്ടെന്ന് കരുതിയിരുന്നു അവള്. പക്ഷേ ഞങ്ങളുടെ കൊച്ചിന് ഞങ്ങളെ ചതിക്കാൻ കഴിയില്ലെന്ന് അവൾ തന്നെ കാട്ടിത്തന്നു. പോട്ടെ, ഇനി എന്തെങ്കിലും കാണുമോ എന്നറിയില്ല. പക്ഷെ ആരാണെന്ന് പോലും അറിയാത്തൊരു പെണ്ണിന് വേണ്ടി ഇത്രയൊക്കെ സഹായം ചെയ്യാൻ മനസ്സ് കാട്ടിയില്ലേ? ഞങ്ങളുടെ കൊച്ച് തെറ്റുകാരിയില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നില്ലേ? നന്ദി. ക്രിസ്റ്റി പറഞ്ഞുകൊണ്ട് അരുണിനെയും കിരണിനെയും തൊഴുത് പിന്നാലെ മറ്റേ 5 പേരും. കിരൺ അവൻ്റെ കയ്യിൽ പിടിച്ചു. ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അരുണിന് നാവ് പൊങ്ങിയില്ല. ഞങ്ങളും മടങ്ങുക. ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ 3 പേരായിരുന്നു. അരുണും കണ്ണു തുടച്ചുകൊണ്ട് കാറിൻ്റെ അടുത്തേക്ക് നടന്നു. പിന്നാലെ കിരണും. ആരും പരസ്പരം യാത്ര പറയാതെ ആ ഗോഡൌണിൽ നിന്നും 2 വണ്ടികളും പുറത്തേക്ക് ഇറങ്ങി. ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവർ മുന്നിലും പിറകിലുമായി യാത്ര ചോദിക്കാതെ പോയി. മയൂര ലോഡ്ജിന് മുന്നിലൂടെ തന്നെയാണ് 2 വണ്ടികളും പോയത്. അപ്പോൾ അവിടെ അവർ കണ്ടു നിറഞ്ഞു നിൽക്കുന്ന ജനക്കൂട്ടത്തെയും ഒപ്പം എണ്ണാവുന്നതിലും അധികം പോലീസുകാരെയും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ലോഡ്ജും പരിസരവും. ന്യൂസ് ചാനലുകാർ മത്സരിച്ച് ന്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. SI ഷാജഹാനും ലോഡ്ജുടമ ചന്ദ്രചൂഡനും ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടുവെന്ന വാർത്തയുടെ നടുക്കം മാറും മുമ്പേ മറ്റൊരു വാർത്ത കൂടി വരുന്നു. കൊല്ലപ്പെട്ട SI ഷാജഹാന്റെ ഡ്രൈവറായ കുര്യച്ചൻ എന്ന CPO അദ്ദേഹത്തിന്റെ മൃതദേഹം ചതഞ്ഞരഞ്ഞ നിലയിൽ ലോഡ്ജിന്റെ പിന്നിൽ ടാങ്കിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നു. അയാൾ ഇവിടെ എങ്ങനെ എത്തിയെന്നതും ദുരൂഹമാണ്. ലോഡ്ജിലെ കൊലപാതകം ഇനിയൊരു ചുരുളഴിയാത്ത രഹസ്യമായി തുടരുമോ എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. ശ്രീജിത്ത്. സംഭവ സ്ഥലത്ത് നിന്നും ക്യാമറമാൻ നിഖിലിനൊപ്പം ഐസക് കോശി, കേരള ന്യൂസ്. അങ്ങനെ കഥ അവസാനിച്ചിരിക്കുന്നു. ഇഷ്ടപ്പെട്ടല്ലോ? ലവ് യു ഓൾ. ബൈ. വീണ്ടും പുതിയ കഥയുമായി വരാം. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.